എല്ലാവർക്കും നമസ്കാരം. ഓം ശരവണഭവായ നമഃ. സാക്ഷാൽ മുരുക ഭഗവാൻ നേരിട്ടു നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്റെ ആത്മീയ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ലയൺ മയൂര റോയൽ കിങ്ഡം ക്യാപ്റ്റൻ ശ്രീ രജിത് കുമാർ ആർ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ശ്രീ രജിത്ജിയുമായുള്ള പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം രജിത്ജി. ഓം ശരവണഭവായ നമഃ. രജിത്ജിയുടെ 2 പോഡ്കാസ്റ്റാണ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സുജിത് ഭക്തൻ സാറിൻ്റെ പോഡ്കാസ്റ്റ്, അതുപോലെ നമ്മുടെ ശ്രീസ് പോഡ്കാസ്റ്റിലെ വിഘ്നേഷ് ആൻഡ് പത്മനാഭൻ. എനിക്കൊന്ന് യുവാക്കളൊക്കെ ഒരുപാട് കാണുന്ന ഒരു പോഡ്കാസ്റ്റാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുവിധം ആളുകളെല്ലാം രജിത്ജിയുടെ ആത്മീയ യാത്രയെപ്പറ്റി ഇപ്പോൾ നന്നായിട്ട് അറിയാം അവർക്കെല്ലാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് അറിയേണ്ടത് രജിത്ജിയുടെ വ്യക്തി ജീവിതത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ലൈഫിനെ പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്. ചോദിച്ചോട്ടെ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ് അല്ലേ? ഫുട്ബോൾ പ്രേമിയാണോ? ഏതാണ് ഫേവറേറ്റ് ടീം? ജർമ്മനി. ഓൾറെഡി ജർമ്മനി പുറത്തായിരിക്കുന്നു അല്ലേ? എന്താണ് പറയാനുള്ളത്? ഫുട്ബോൾ നമ്മുടെ 86 തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ കാണുന്നത്. വേൾഡ് കപ്പ് കാണുന്നത് ഇപ്പൊ 40ാമത്തെ കൊല്ലം. അന്ന് മറഡോണയാണ് കപ്പ് എടുത്ത കൊല്ലാണ്. അന്ന് പ്രത്യേകിച്ച് നമുക്ക് ടീമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമായിട്ട് ടീം വന്ന സമയമാണ്. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാവരും കൂടി 50-60 പേര് ഇരുന്നിട്ട് കാണുന്ന ഒരു രീതിയാണ്. അപ്പൊ അന്ന് മറഡോണ എല്ലാവരുടെയും ഭയങ്കര അപ്പൊ നമ്മള് ടീമില്ലാത്ത കാരണം നമ്മള് മറഡോണയെ സ്നേഹിക്കുക എന്നുള്ള രീതിയായിരുന്നു അന്നാണ് മറ്റേ കൈകൊണ്ടുള്ള ഗോളും ലോക പ്രസിദ്ധമായ നല്ലൊരു ഗോളും ഒക്കെ ഉണ്ടാവുന്ന സമയം. പിന്നെ നമ്മൾ അന്ന് ശ്രദ്ധിച്ച ടീം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അത് നല്ല രീതിയിൽ കയറി വന്ന് ഹംഗറീനെ 6-1 തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. എനിക്ക് തോന്നുന്നു ബെൽജിയത്തോട് പെനാൽറ്റിയിൽ തോറ്റുപോയി അവര്. പക്ഷെ അന്ന് ജർമ്മനി ഇല്ല, പശ്ചിമ ജർമ്മനിയാണ് മത്സരത്തിൽ വന്നിരിക്കുന്നത്. ജർമ്മനി 2 അപ്പൊ ജർമ്മനി അർജന്റീനയാണ് ഫൈനലിൽ വന്നത്. അർജന്റീന 3-2 ജയിക്കുക. പക്ഷെ 90-എത്തുമ്പോഴേക്കും നമുക്ക് ടീമായി. അന്ന് ജർമ്മനി ആയി നമ്മൾ. അത് വീണ്ടും അഗെയിൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനി നമ്മുടെ അർജന്റീന തന്നെയാണ് വീണ്ടും വന്നത്. അന്നൊരു പെനാൽറ്റിയില് ഗോളില് ജർമ്മനി കപ്പെടുക്കുകയാണ്. അന്നോട്ട് നമ്മൾ ജർമ്മനിയുടെ സൈഡിലേക്ക് പോയി. പിന്നെ ലോതർ മാത്യൂസ് ആളൊക്കെ വന്നപ്പോൾ പിന്നെ ആളുടെ ഫാനായി. പിന്നെ ഒലിവർ ഗാൻ 2002 തൊട്ടൊക്കെ ഒലിവർ ഗാന്റെ സമയമാണ്. ആളുടെ ഗോൾ കീപ്പിംഗ് അപാരതന്നെ. അന്നോട്ടൊക്കെ ഭയങ്കര ഫാനായി ജർമ്മനിയുടെ. പിന്നെ അത് 2004 അവർ ഉഗ്രം കളിയായിരുന്നു. 2006 നന്നായി കളിച്ചു, സെമിയിലെത്തി. 2008 വീണ്ടും സെമിയിലെത്തി. അടുത്ത കൊല്ലം 2006, 10, 14 അവര് കപ്പെടുക്കുകയും ചെയ്തു. കപ്പെടുത്ത് ഭയങ്കര ഇതായി. അവിടുന്ന് അങ്ങോട്ട് അടുത്ത 18 ആദ്യത്തെ റൗണ്ടിൽ പോയി, 22 ആദ്യത്തെ റൗണ്ടിൽ പോയി, 26 സെക്കൻഡ് റൗണ്ടിൽ പോയി. ടീം മാറ്റി പിടിക്കണം തോന്നണം. പക്ഷെ നമ്മള് ഫുട്ബോള് അന്ന് പക്ഷെ നമ്മള് അതിന്റെ വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ 4 കൊല്ലം കൂടുന്തോറും നമ്മൾ അതിൻ്റെ കൂടെ ഒരു വളരുക എന്നുള്ളതുണ്ടല്ലോ. നമ്മള് വേൾഡ് കപ്പ് നടക്കണു 4 കൊല്ലം, നമ്മൾ ആ 4 കൊല്ലം അത് ആസ്വദിക്കണു. ആ കൊല്ലം വല്ല കളികൾ ആസ്വദിക്കണു, രാത്രി ഉറക്കൊഴിച്ചിരിക്കണു. അപ്പം നമ്മളൊരു സൗഹൃദങ്ങളുടെയും കൂടി സമയം അത്. എല്ലാവരും വീടിന് പുറത്തിറങ്ങി ഒരുമിച്ച് കൂടി കളി കാണുമ്പോൾ ഉണ്ടാവണ, കാരണം പാതിരാത്രിക്ക് കളി വരുമ്പോൾ അതുവരെ ക്ലബിലിരുന്ന് വർത്താനം പറയണു. അത് അങ്ങനെ പറയാ, രാത്രി പകലാക്കണ സമയങ്ങളാ. ആ കളി കാണുന്നു, വീട്ടിൽ പോണു. എനിക്ക് തോന്നുന്നത് 2000 തൊട്ടൊക്കെ ഭയങ്കര വാശി ചെയ്ത് തുടങ്ങി. ബ്രസീലിന്റെ ആൾക്കാര് അവരാണ് നമ്മുടെ ഇപ്പോഴും എതിരാളികള്. കളിക്കാറുണ്ടോ? ഞാൻ നന്നായി അതായത് എൻ്റെ ഒരു ചെറുപ്പത്തിലൊക്കെ നന്നായി കളിക്കാൻ ആളാണ്. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഷട്ടിൽ കളിക്കും. ഞാൻ നല്ലോണം ജിമ്മിന് പോകും. അതായത് ആ ഒരു 25 തൊട്ട് ഒരു ഇതൊക്കെ ഞാൻ നല്ലോണം ചെയ്യണ ആളായിരുന്നു. അതായത് നന്നായി എന്താ പറയുക, നമ്മുടെ ഒരു കായിക അഭ്യാസങ്ങൾ നല്ലോണം ചെയ്യണ ഒരാളായിരുന്നു. കാലത്തും വൈകുന്നേരം ഒക്കെ ജോലിക്ക് പോകുമ്പോൾ, ജോലി കഴിഞ്ഞ് വന്നാലും ഒക്കെ ഇതായിരുന്നു. പക്ഷെ അത് കാരണം നമ്മളൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ തിരക്കിലേക്ക് പോയപ്പോൾ അതൊക്കെ
മിസ്സായി തുടങ്ങി. മിസ്സായിട്ടുണ്ട്. വീണ്ടും അത് ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുത്ത സമയം, അപ്പൊ വീണ്ടും ജിമ്മിനൊക്കെ പോയി നല്ല അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ശ്രമത്തിലാണ്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് വായനയെ പറ്റിയാണ്. ഏത് തരത്തിലുള്ള ബുക്സാണ് വായിക്കുന്നത്? പുസ്തകം ഞാൻ ചെറുപ്പത്തിൽ നല്ലോണം വായിക്കണ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ അതും കയ്യിൽ നിന്ന് പോയി, തിരക്ക് പോയപ്പോ ആയപ്പോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പെരുമ്പുടം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ദോസ്റ്റോവസ്കിയും അന്നയും തമ്മിലുള്ള ആ ഒരു കഥയാണത്. അതിൽ വലിയൊരു എഴുത്തുകാരും ചിന്തകനായിട്ടും മദ്യപാനത്തിലും ചൂതുകളിയിലൊക്കെ പെട്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും അതിൽ വരുന്നുണ്ട്. ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് രാത്രി ഒരു എന്താ വഴിവക്കിൽ നിൽക്കുന്ന ആളെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെരുമ്പുടം സങ്കീർത്തനം. രണ്ടാം മൊഴി ഇഷ്ടമാണ്. പിന്നെ ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാവുന്ന എനിക്ക് ഇഷ്ടമാണ്. വ്യാസനും വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ആനന്ദിന്റെ. അതൊരു വളരെ വലിയൊരു തത്വചിന്തയാണ് പറയണത്. സ്വാതന്ത്ര്യം വേണോ അറിവ് വേണോ എന്നുള്ളൊരു ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകമാണ്. കാരണം മറ്റേ ഏകലവ്യൻ ദ്രോണാചാര്യരെ കാണാണ്ട് പഠിച്ചപ്പോഴും ദ്രോണാചാര്യർ എന്നിട്ട് അവസാനം പെരുവരലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ പെരുവരൽ കൊടുത്ത് സ്വാതന്ത്ര്യമാവാം. അപ്പോൾ അവിടെ എന്താ നഷ്ടപ്പെടണം? അദ്ദേഹത്തിന്റെ അറിവ് നഷ്ടപ്പെടുക, വിദ്യ നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് പഴയ പോലെ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അത് കൊടുക്കാണ്ട് സ്വാതന്ത്ര്യം കളയേണ്ടി വരും. പിന്നെ എപ്പോഴും ദ്രോണാചാര്യരുടെ മുമ്പിൽ ആള് താഴ്ന്നു നിൽക്കണേ. അപ്പൊ സ്വാതന്ത്ര്യം വേണം അറിവ് വേണം വരുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറിവ് കളഞ്ഞ ആളാണ്. ആ ഒരു ബേസിലിട്ട് ആണ് ആ ബുക്ക് പോണത്. ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടൊരു നോവലൊക്കെ ഒരു നാടകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നാടകമൊക്കെ എഴുതി നമ്മുടെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കി, ഒരു ചിന്തകനെ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴിയുണ്ടായിരുന്നു. ഒന്ന് മാപ്പ് പറയുക, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക. അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട്. ഈ 2 മിക്സ് ചെയ്തിട്ട് ഞാനൊരു നാടകം എഴുതി നമ്മളത് നാടകങ്ങൾ കളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോ ആ പുസ്തകങ്ങൾ ആനന്ദിന്റെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് ഞാൻ വായിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അതൊക്കെ മിസ്സാണ്, വായനയൊക്കെ മിസ്സാണ്. ബുക്സ് വായിക്കാറുണ്ടോ? വളരെ കുറവാണ്. ഞാൻ വായിക്കുന്നത് കൂടുതലും യാത്രാവിവരണങ്ങൾ ഭയങ്കരമായിട്ട് വായിക്കാറുണ്ട്. പിന്നെ സന്തോഷ് ജോർജ് അങ്ങനെയുള്ള ഒരു നടാഷയുടെ വർണ്ണബലിമണ്ണുകൾ എന്ന് പറഞ്ഞ റഷ്യൻ യാത്രകളുണ്ട്, വായിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ യാത്രാവിവരണങ്ങൾ ഒരുപാട് വായിക്കാറുണ്ട്. ഇതേപോലെ പിന്നെ ദോസ്റ്റോവസ്കിയുടെ പുസ്തകങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് ഒരു യഥാന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വായിച്ചു കൂട്ടി. പിന്നെ ലാസ്റ്റ് നമ്മള് ഈ അടുത്തൊക്കെ ഡാൻ ബ്രൗണിന്റെ പുസ്തകം അങ്ങനെയൊക്കെ ഒരുപാട് വായിക്കും. പക്ഷെ കുറെ കാലമായിട്ട് പിന്നെ മുൻപേ പറക്കുന്ന പക്ഷികൾ ശ്രീ രാധാകൃഷ്ണ സാറിന്റെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജീവിത കഥയാണത്. ആ കാലത്തെ കേരളീയ സാമൂഹ്യ പശ്ചാത്തലം ആ ബുക്കിൽ ഭയങ്കരമായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്കൊരു ചില ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തോന്നും. ആ സാമൂഹ്യ പശ്ചാത്തലം നന്നായിട്ട് വരച്ചു കിട്ടുക മുൻപേ പറക്കുന്ന മുൻപേ പറക്കുന്ന തീക്കടഞ്ഞ തിരുമധുരം. രാധാ സാറിന്റെ മറ്റേ പുസ്തകം വേറെ പുസ്തകമാണ് മുൻപേ പറക്കുന്ന പക്ഷെ പക്ഷെ ഇത് തീക്കടഞ്ഞ തിരുമധുരം എന്ന് പറഞ്ഞ എഴുത്തച്ഛന്റെ ജീവിതകഥയാണ്. പിന്നെ അഗ്നിഹോത്രം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ പുസ്തകങ്ങളാണ്. നല്ലോണം വായിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് വളരെയധികം കുറഞ്ഞു, സമയം ഇല്ലാത്ത അപ്പൊ ബുക്കിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ഒരുപാട് നമ്മുടെ LMRK അംഗങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ പുസ്തകം ശരിക്കും നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതുന്നോ എഴുതിയ പുസ്തകം ഇത്രയധികം ആൾക്കാരിൽ എത്തിച്ചേരുന്നൊന്നും അന്നറിയില്ല. നമ്മളൊരു പുസ്തകം എഴുതി, ആ പുസ്തകം അതിഗംഭീരമായിട്ട് ആൾക്കാരെ സ്വീകരിച്ചു. 15 ലക്കം എത്തിക്കഴിഞ്ഞു 3-4 കൊല്ലത്തിനുള്ളിൽ. എത്രയോ ആൾക്കാർ ലോകത്തിന് പല ഭാഗത്തു നിന്ന് അത് വായിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അവര് അത് വായിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരു ബലം കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പുതിയൊരു ദിശാബോധം നൽകി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിന് ഇംഗ്ലീഷ് പതിപ്പും എനിക്ക് തോന്നുന്നത് 4-ാം പതിപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. മൈ മാസ്റ്റേഴ്സ് തമിഴ് 2-ാം പതിപ്പിലെത്തി. അപ്പോൾ എല്ലാം 3 ഭാഷയിലും അത് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ അതൊരു
ആ എഴുത്ത് എന്നുള്ളത് പറയുന്നത് നമ്മളൊരു ആ ഒരു മൂഡിലേക്ക് എത്തണം. ഉം, 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 നമ്മൾ അതിലേക്ക് മൂഡിലെത്തി കുറേ നാൾ അതിനോട് യോജിച്ച് അതിൻ്റെ ഒപ്പം നടന്ന് ഉം, ആ ഉം, ആ നമ്മുടെ ഓർമ്മകളാണ് ഉം, ആ എഴുത്ത്. ഉം, നമ്മുടെ ഉം, അനുഭവങ്ങളാണ്. ഉം, അനുഭവങ്ങൾ ഓർമ്മകളാണ്. ആ ഉം, ഓർമ്മകൾ ഉം, നമ്മളത് തിരിച്ചെടുക്കണം. ഉം, ഉം, തിരിച്ചെടുത്ത് അതൊന്ന് ക്രോഡീകരിക്കണം. ഉം, ഉം, ക്രോഡീകരിച്ച് അതൊരു ഭംഗിയുള്ള ഭാഷയിൽ എഴുതണം. ഉം, ഉം, ഉം. നമ്മുടെ നമുക്കുണ്ടായ വികാരങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക് പകർന്നു നൽകാനുള്ള രീതിയിലുള്ളൊരു ഭാഷ ശുദ്ധി വേണം. അതെ. അപ്പോൾ അതൊരു പ്രോസസ്സിങ്ങാണ്. ഉം, ഉം, അപ്പം അന്ന് നമ്മൾ അനുഭവിച്ചത് ആ ആ ഫീലിംഗ് ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്നാലേ നമുക്കിപ്പോൾ ഉം, പിന്നെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഉം, ഉം, അപ്പം അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ഉം, നമ്മളതിലേക്കൊരു ഒഴുകി പോയി അതിലൂടെ സഞ്ചരിക്കണം ഉം, ഓർമ്മകളിലൂടെ. അങ്ങനെയാണ് ആ പുസ്തകം ഒന്ന് എഴുതിയത്. ഉം, ഉം, ഇപ്പം രണ്ടാം ഭാഗം എഴുതാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് നമ്മുടെ ഈ തിരക്കുകൾ കാരണം പിന്നേക്ക് വെച്ചു. മിസ്സായി പോവാണ്. ഇപ്പം ഞാൻ അതിലേക്ക് വീണ്ടും ഉം, ഉം, കടക്കാൻ ശ്രമിക്കുകയാണ്. ഉം, അപ്പോൾ ഉം, ശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ മൂഡിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ. ഉം, ഉം, എഴുതാൻ ഇപ്പോൾ കുറച്ച് ടൈമുണ്ട്. ഉം, എഴുതി അതിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യണത് കുറേ സിനിമകൾ കാണുന്നു, വീണ്ടും വായനകൾക്ക് മെല്ലെ കിടക്കണു. ഉം, അങ്ങനെ ആ മൂഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഉം. ആ സിനിമകൾ ഒരുപാട് കാണും അല്ലേ? സിനിമകൾ ഒരുപാട് കാണും. ഉം, ഉം, ഒരുപാട് ഉം. സിനിമ കാണും. അതിപ്പോഴും കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ആ, ഉം, ഉം, ഉം. ഒരുപാട്. ശരിക്കും നമ്മളെ ആത്മീയ ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ രചിച്ച് ഒരുപാട് സിനിമയെ പറ്റി സംസാരിക്കുന്നു ഉം. അല്ലേ? ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ ആത്മീയ ഗുരുക്കന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പെർസെപ്ഷൻ ഉണ്ട്. അവർ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അവരുടെ വസ്ത്രധാരണ ഇങ്ങനെയായിരിക്കും. പക്ഷെ രജിത്ജി നമുക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ രജിത്ജി കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ജീൻസ് ഇടുന്നുണ്ട്. പിന്നെ സിനിമയെ പറ്റി ധാരാളം തമാശകൾ പറയുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ സ്പിരിച്വാലിറ്റിയും നമ്മുടെ ലൈഫ് സ്റ്റൈലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രജിജിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഉം, ഉം, ഒന്നും ഇതൊന്നും ചെയ്യാത്ത ആത്മീയ ഗുരുക്കന്മാർ മോശം എന്നുള്ള അഭിപ്രായമല്ല. ഉം, അവരുടെ വഴി അതാണ്. ഉം, അവരങ്ങനെയാണ് അത് കൺവേ ചെയ്യണത്. ഉം, ഉം, ഞാൻ കൺവേ ചെയ്യണത് വേറൊരു രീതിയിലാണ്. ഉം, ഉം, അപ്പോൾ എന്താ പറയുക, ഇത് രണ്ടിനും ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം, ഒരു അധ്യാപകൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകം ഉണ്ടാവും. ഉം, ഉം, അദ്ദേഹം കാര്യങ്ങൾ പഠിപ്പിക്കും. ഉം, വേറെ അധ്യാപകം വന്നിട്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അവരോട് തോളത്ത് കഴിയിട്ടും പഠിപ്പിക്കും. ഉം, ഉം. രണ്ടുപേരും ചെയ്യണത് ഒരു പ്രവൃത്തിയാണ്. അതെ, അതെ. രണ്ടും മോശം എന്ന് പറയാൻ പറ്റില്ല. ഉം, 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 ആ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവും. ഉം, അപ്പോൾ അവർ ആ ആൾക്കാരെ പറയുക എന്താ പറയുക, ആ മാഷ് എന്ത് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അതെ, അതെ. അവരും കറക്റ്റ്. നമ്മൾ തോളിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ ആ മാഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഉം, മറ്റേത് ഉം, പേടിച്ച് കുറച്ച് അവിടെ ഇരിക്കണം. ഇതാണ് ഉം, ജോളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവണമുണ്ട്. ഉം, ഉം, അങ്ങനെ നമ്മുടെ വഴിയും എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്ന വഴി ഈ ഉം, വഴിയാണ്. ഉം, ഉം, വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട്. ഉം, ആത്മീയത ഉം, ഇതൊന്നും ഉം, വിഷയമല്ല. ഉം, ഇത് വലിയ കടുകട്ടി സാധനമല്ല. ഉം, ഉം, നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഉം, ഉം, വിഷയങ്ങളില്ല. ഉം, ചില ആൾക്കാർ, വളരെ അപൂർവമായി ചില ആൾക്കാർ ഇത് നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് മാറ്റേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഭാവത്തിലിരിക്കണ കുറച്ച് ഉം, പേരൊക്കെ ഉം, ഉണ്ടാവും. ഉം, ഇതങ്ങനെയല്ല. ഉം. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ആ, ഉം, ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഉം, ഉം, ഒരേപോലെ. അപ്പം എനിക്കിതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ ഉം, പറ്റും. ഉം, ഇത് ആർക്കും വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സംഭവമൊന്നുമില്ല. ഉം, ഉം, ഇത് നിങ്ങളൊരു ആഘോഷമാക്കുക ഉം, ആത്മീയതനെ. ഉം, അപ്പം ഉം, നിങ്ങൾക്ക് ആത്മീയത ഇഷ്ടപ്പെട്ടു തുടങ്ങും. കുറേ ഇഷ്ടപ്പെടുന്നു. വിഷയങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ പുതിയ പിള്ളേർക്ക്, ജെൻസി പിള്ളേർ, അവരുടെ മുമ്പിൽ നമ്മൾ ഈ സാധനമൊക്കെ വെക്കുമ്പോൾ പലവർക്കും അത് ദഹിക്കില്ല. ഉം, അപ്പം അവരുടെ ഉം. ഉള്ളിലൊരു ചിന്ത വരികയാണ്, ഇതൊക്കെ റിട്ടയർ ആയി കഴിഞ്ഞ് വയസ്സാം കാലത്ത് അതെ, അതെ. എടുക്കേണ്ട ഉം, സാധനമാണ്. ഉം, ഉം, അതുവരെ നമ്മൾ പലരും പറയണത് കേട്ടിട്ടുണ്ട്, നീ എന്തിട്ട് പറയണത്, ഇതൊക്കെ വയസ്സാം കാലത്ത് ചെയ്യണതല്ല, നമ്മൾ അടിച്ചു പൊളിക്കുക. ഉം, ഉം, അപ്പം ഈ അടിച്ചു പൊളിക്കലും മറ്റേത് അടിച്ചു പൊളിക്കാത്തതും ഉം, 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 അങ്ങനെ വേർതിരും. അപ്പം ഇത് വയസ്സായ കാലത്ത് എല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഉം, 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 അങ്ങനെയല്ല. നിങ്ങൾ ആത്മീയത അടിച്ചു പൊളിക്കാൻ പറ്റും. നിങ്ങൾ ഉം, മറ്റേതിൽ അടിച്ചു പൊളിക്കണേക്കാളും സുഖം ഈ ആത്മീയത എടുത്തു കൊണ്ടുപോയാലും പറ്റും എന്നുള്ള ആ ഒരു ഒരു ചിന്ത അവരിലേക്ക് ഇട്ട് കൊടുക്കുക. ഉം, ഉം, അതാണ് ഭഗവാനിലൂടെ ഉം, ഉം, എനിക്ക് വന്ന വഴി. ഉം, ഉം, എല്ലാവർക്കും പറ്റും. നിങ്ങൾ ചെറുപ്പത്തിലും ചെയ്യേണ്ട പണിയാണിത്. ഉം, ഉം, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ സുഖം വയസ്സാങ്കാലത്തേക്ക് മാറ്റി വെക്കണ്ട. ഉം, ഉം, ഉം. കാരണം ഇത് അതെ. ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ഉം, ആ ഉം, സുഖം നിങ്ങൾ പേടിച്ച് വിറച്ച് തെറ്റായ ഒരു ചിന്തയിൽ വയസ്സാങ്കാലത്തേക്ക് മാറ്റി വെക്കണ്ട. ഇപ്പോഴേ ആ സുഖം നിങ്ങൾ എടുത്തോളോ. ഉം, നിങ്ങൾ അടിച്ചു പൊളിച്ച് എന്നുള്ളൊരു ഉം, രീതിയാണ് നമ്മൾ പറഞ്ഞു ഉം, കൊടുക്കുന്നത്. ഉം, ഉം. പറയുകയാണെങ്കിൽ ഒരു അവാർഡ് പടവും മറ്റേ മാസ് പടം തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസമുണ്ട്. ഒരു അവാർഡ് പടം കാണുമ്പോൾ ശരിയാണ്, അതിന് ക്ലാസ്സാണ്, ഉം, ഉം, ക്ലാസിക്കാണ്, പക്ഷെ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. ഉം, ഉം, പക്ഷെ ഒരു മാസ് പടമാണെങ്കിൽ കൂടുതൽ ഓഡിയൻസ് വരും. ഉം, അവരതൊരു ആഘോഷമാക്കും. ഉം, ഉം, തിയേറ്ററിന് പുറത്ത് ചാടിത്തുള്ളും. ഉം. മറ്റേതാണെങ്കിൽ സൈലന്റ് ആയിട്ട് വന്ന് പടം കണ്ട് സൈലന്റ് ആയിട്ട് തിരിച്ചു പോകും. തിരിച്ചു അപ്പൊ പോകും. നമ്മള് തിയേറ്ററിന് മുമ്പിൽ ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന, ഉം, ഉം, തിയേറ്ററിന്റെ ഉള്ളില് പൂരപ്പറമ്പാക്കുന്ന
ഒരു രീതി പിന്തുടരുന്നു. അതാണ് നമ്മുടെ ഒരു സ്റ്റൈല്. നമ്മുടെ LM പരിപാടികളിലും അങ്ങനെ തന്നെയാണല്ലോ എനർജി ലെവൽ അല്ല, ആ രീതി അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൂരപ്പറമ്പാക്കണം. ആ രീതിയാണ് നമ്മുടെ ആത്മീയതയെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് കുറെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നതും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് നമ്മൾ ആത്മീയത ശരിക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെ ചാടിത്തുള്ളിക്കാൻ വേറെ ആൾക്കാരുണ്ട് തെറ്റായ വഴിയിൽ കൊണ്ടുപോയിട്ട്. ഇവിടെ ലഹരി ഉണ്ടാവും, തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാവും, രാജ്യവിരുദ്ധത ഉണ്ടാവും. നമ്മൾ ഈ ഇത് വലിയ എടുക്കാൻ പറ്റാത്ത സാധനം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണ സാധനം അവര് നേരെ പോയി ചേരണത് ഈ ലഹരിയുടെ ആൾക്കാരുടെ അടുത്തോ ദേശവിരുദ്ധരുടെ അടുത്തോ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന അടുത്ത് പോയിട്ട് അവിടെ ആഹ്ലാദിക്കാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയാതെ ശൂന്യതയൊന്ന് തിരിച്ചു വരാൻ പറ്റില്ല. അത് സമൂഹത്തിനും നഷ്ടാ. മറിച്ച് ആ ആഹ്ലാദം നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അങ്ങോട്ട് പോവില്ല. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവര് നല്ല വഴിയിലേക്ക് വരും, ലഹരിയിലേക്ക് പോവില്ല, ദേശീയതയിലേക്ക് വരും. ആ ഒരു വഴിയാണ് നമ്മൾ തുറന്നു കൊടുക്കണേ. ആ തുറന്നു കൊടുക്കണ വഴി ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത് കൊണ്ടാണ് നമ്മുടെ പരിപാടികൾക്കൊക്കെ ആൾക്കാര് വലിയൊരു ഇത് വരുന്നത്. നമ്മളത് തന്നെയാണ് എപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രഹസ്യം ചോദിച്ചോട്ടെ, നമ്മുടെ LM പ്രോഗ്രാംസിലൊക്കെ രജിജി ഇടുന്ന ഔട്ട്ഫിറ്റ്സിനെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇത് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്, പറഞ്ഞു തരാമോ ഞങ്ങൾക്ക്? ഡിസൈൻ ചെയ്യണല്ലോ നമ്മള്. ഞാൻ നേരത്തെ ചോദ്യമായിട്ടുള്ള കണക്റ്റഡ് ആണ്. നമ്മള് അങ്ങനത്തെ നമ്മള് സാധാരണ സ്റ്റൈലും നമ്മള് കൊടുക്കേണ്ട സന്ദേശം നേരത്തെ പറയല്ലോ, ഒരു അടിപൊളി സാധനം സ്പിരിച്വാലിറ്റി അടിപൊളിയാക്കുക. അപ്പൊ നമ്മള് വേഷം അതിനനുസരിച്ച് സ്റ്റൈലിഷ് ആക്കും. സ്റ്റൈലിഷ് ആക്കുമ്പോൾ നമ്മള് അതിനെ പറ്റിയുള്ള ഡ്രസ്സുകളും ഷർട്ടുകളോ ടീഷർട്ടോ ജീൻസോ അല്ലെങ്കിൽ മുണ്ടിലോ വരയൊക്കെ ഡിസൈൻസ് അതൊക്കെ ആ സാധനം അത് ഇതൊക്കെ ചെയ്താലും ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ആത്മീയത ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളതൊരു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിന് നമ്മളെ സഹായിക്കണ ആളൊക്കെ ഉണ്ട്. അവര് പലപ്പോഴും ഉപദേശം തരാറുണ്ട്. അവര് നമുക്ക് ഇന്ന ഡ്രസ് ഇന്ന രീതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശം തരാറുണ്ട്. അപ്പൊ ആ ഉപദേശം ഞാൻ സ്വീകരിക്കാറുണ്ട്. കാരണം അത് ആ സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ ചോദിച്ചല്ലോ, ചോദിച്ചല്ലോ. അതുപോലെ ഒരുപാട് പേർക്ക് അത് ശ്രദ്ധിക്കണമുണ്ട്, അവരത് ഇഷ്ടപ്പെടണമുണ്ട്. അതുകൊണ്ട് അത് എന്താ പറയാ, അത് തുടരാൻ തന്നെയാണ്. അതെ അതെ. ഇപ്പൊ 3ാമത്തെ തവണയാണ് രജിജിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറെ അന്നത്തെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു സംഭവമായിരുന്നു ഡ്രസ് ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ എന്തായാലും അത് ചോദിക്കണം എന്ന് വിചാരിച്ചത്. രജിജി അതുപോലെ സിനിമകൾ ഒരുപാട് കാണാറുള്ള ആളാണെന്നറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ഇതുവരെ കണ്ടതിൽ വെച്ച്? അത് കുറേ ഉണ്ട്. കുറച്ച് സിനിമകൾ പറയാം. ഏറ്റവും മുമ്പ് ഇത് ഓർഡർ ഒന്നല്ല, നല്ല ഇഷ്ടപ്പെട്ട കുറെ പടങ്ങൾ. ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ഇന്റർസ്റ്റെല്ലർ. ഞാൻ ഭയങ്കര നോളൻ ഫാനാണ്. ക്രിസ്റ്റഫർ നോളന്റെ പടങ്ങള് വീണ്ടും വീണ്ടും കാണുന്ന ഒരാളാണ്. ആളുടെ ഇന്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞ പടം എനിക്ക് തന്നെ 3-4-5 വട്ടം കിട്ടുന്നുണ്ട് ഞാൻ. അതൊരു ഭയങ്കര ഒരു സിനിമയാണ്. അതില് നമ്മുടെ ഒരു ഭൂമി നശിക്കാൻ പോകുമ്പോൾ പുതിയ വാസഗ്രഹം അന്വേഷിച്ചിട്ട് സയന്റിസ്റ്റുകൾ പോണതാണ്. അപ്പോൾ ഗോളാന്തര യാത്രയാണ് വിഷയം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു അച്ഛൻ മകൾ എന്നുള്ളൊരു വളരെ മനോഹരമായ ഒരു സാധനം കൂടി അതിനുള്ളിൽ ഇഴകി ചേർത്തുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ മകൾ അച്ഛൻ എന്നുള്ള ബന്ധവും ഇദ്ദേഹത്തിന്റെ യാത്രയും നമുക്ക് ടൈം ഡൈനേഷനൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രഹത്തിൽ വേറെ ഗ്രഹത്തിലെത്തുമ്പോൾ അവിടുത്തെ ടൈം ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് അവിടെ നിന്ന് വരുമ്പോൾ 21 വർഷം ഇവരുടെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആ 21 വർഷം ഭൂമിയിൽ വ്യത്യാസം ഒന്നുണ്ടാവും. അവിടെ മകൾക്കുള്ള പ്രായം കൂടണതും ഇദ്ദേഹത്തിന് പ്രായം വർദ്ധിക്കില്ല. ഇദ്ദേഹം ഇതിന്റെ മറ്റേ ടൈം പ്രകാശം ആ വേഗതയിൽ സഞ്ചരിക്കണം. ഇദ്ദേഹത്തിന് പ്രായം വരുന്നില്ല, അതിൽ നിൽക്കണം. അതേപോലെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് കുറച്ച് അങ്ങനെ എന്താ പറയുക, ടൈം ഡൈലേഷൻ, ബ്ലാക്ക് ഹോള്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും വളരെ മറ്റേ ഡൈമെൻഷൻസ്, പല ഡൈമെൻഷൻസ്, അങ്ങനെ ഓരോ അതിനെ കുറിച്ചുള്ള ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളതാ. പല സീനുകളൊക്കെ നമുക്ക് അത്ഭുതപ്പെടാൻ. മ്യൂസിക് എന്നൊക്കെ പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മനോഹരമാണ്. അവസാനം അദ്ദേഹം ഒരു ഡൈമെൻഷനിൽ ചെന്ന് പെട്ട് അവിടുന്ന് മോളോട് കമ്മ്യൂണിക്കേഷൻ, ഗ്രാവിറ്റി വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. നമുക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും, വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സാധനം അത്. അവിടുന്ന് മോൾക്ക് കൊടുക്കണമെങ്കിൽ ആകെ ഒരു വഴി ഗ്രാവിറ്റി വഴിയാണ്.
ആ ഗ്രാവിറ്റി വഴി ഉപയോഗിച്ച് ശ്രമിക്കണ വഴി അവസാനം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മോള് എന്താ പറയുക 80-90 വയസ്സായിട്ട് കിടക്കയിൽ വയ്യ ആ ലെവലില് ഇദ്ദേഹം ആ 45 വയസ്സിൽ മോളെ കാണാൻ വരുന്ന സീനൊക്കെ ഞാൻ അത് ഇത് കാണുന്ന ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഉറപ്പായും കാണേണ്ട പടം. അത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ. ഞാൻ നോളന്റെ പടങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അവസാനം വന്ന ഓപ്പൺ ഹൈമർ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഭയങ്കര തിരക്കായിരുന്നു, ഇതുവരെ കാണാൻ വിട്ടുപോയി. പക്ഷെ ഇതാ ഇന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, ഒഡീസി എന്ന് പറഞ്ഞിട്ട്. അടുത്ത ആഴ്ച എന്തായാലും പോയി കാണും. അത് അത്രയധികം ഹൈപ്പോട് വന്നിട്ടുള്ള പടം. ഈ ഒഡീസി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയുടെ കഥയാണ്. ആ കഥ നമ്മുടെ രാമായണമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ സെയിം ഏകദേശം സെയിം കഥ. അത് പോയിട്ട് കാണണം. രണ്ടാമത് എനിക്ക് ബർഗ്മാന്റെ സെവൻത് സീൽ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അതൊരു പോരാളി മധ്യപൂർവേഷ്യ നല്ല നാട്ടിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ നിന്നാണ് പോണത്. തിരിച്ചു വരുമ്പോൾ ഒരു പ്ലേഗ് വരുന്നതും ആൾക്കാർ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇവനൊരു മരണഭയം വരുന്നു. അപ്പൊ മരണത്തിനായിട്ട് കാണുന്നു. മരണമായിട്ട് ഇവൻ ചെസ് കളിക്കണതാണ് ആ സിനിമ. അതിലൊരു മരണം എന്താണ്, ജീവിതം എന്താണ്, അങ്ങനത്തെ കുറേ തത്വങ്ങൾ വരുന്ന ഭയങ്കര സിനിമയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അക്രോ കുർസേവയുടെ റഷമൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതും ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അത് ഒരു കൊലപാതകം നടക്കണു. ആ കൊലപാതകത്തിൽ ആളുടെ ഭാര്യ, ഒരു കള്ളൻ, ഒരു ദിക്സാക്ഷി, ഇവരൊക്കെ ബന്ധപ്പെട്ടാണ്. അവസാനം ഇതിൽ വരുമ്പോൾ, വിചാരണയ്ക്ക് വരുമ്പോൾ ഇവർ ആ സംഭവം പറയാണ്. ഇവർ പറയണതൊക്കെ സത്യമാണ്, പക്ഷെ ആ സത്യം അവരവരുടെ ഭാഗത്തു നിന്നാണ് പറയണേ. അപ്പം അവരുടെ രീതിയിൽ ആ സത്യം പറയുമ്പോൾ അതിൽ ആ പറയുന്ന ആളാണ് മുമ്പിൽ വരുന്നത്. അവരുടെ ഭാഗത്ത് ന്യായീകരിച്ചാണ് ആ സത്യം. ഒന്നും വ്യത്യാസമൊന്നുമില്ല, എന്നാൽ അവരുടെ ഭാഗത്ത് ന്യായീകരിച്ചു വരുന്നു. പിന്നെ ആ കള്ളം പറയണു, ദിക്സാക്ഷി പറയണു, ഈ മരിച്ച ആൾ തന്നെ ഒരു മന്ത്രവാദിയുടെ ശരീരത്തിൽ കയറുന്ന ആള് പറയണു. ഇവർ 4 പറയണ ഒരേ സംഭവം 4 പേര് പറയണത് ചെറിയ ചെറിയ അവന്റെ ഭാഗത്ത് നിന്ന് വ്യത്യാസമാകുമ്പോൾ കഥയെ വേറെ ആവണം. ഒരു ആള് പറഞ്ഞുദ്ദേശിക്കുന്നത് സത്യം എന്നുള്ളത് ഒരിക്കലും ഒന്നല്ല. പല ആൾക്കാരുടെ ആംഗിളിലൂടെ നോക്കിയാൽ പല സത്യമാണ്. അത് ഇന്നും പ്രസക്തമാണ്. നമ്മളൊരു സംഭവത്തിന് ഒറ്റയടിക്ക് നമ്മളൊരു പേപ്പർ ന്യൂസ് വരുമ്പോൾ ആ ന്യൂസ് എടുത്തിട്ട് ആദ്യം നമ്മളത് ശരിയാണെന്ന് വിശ്വസിക്കരുത്. അതൊരു വേർഷൻ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് വേറെ വേഴ്സ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് വേറെ വേഴ്സ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാണ്. നമ്മളൊരാളായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ അവന്റെ വേർഷനും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ വേർഷൻ നമ്മുടെ ഉള്ളിൽ എന്തായാലും വരും. നമുക്കൊരു ശരി വരും ആ നമ്മുടെ വേർഷൻ. അപ്പുറത്തെ ആളുടെ വേർഷനും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെ വഴക്കുകളൊക്കെ ഒഴിഞ്ഞു പോകും. അതിനൊരു ചില പോയിന്റുകൾ നമുക്ക് കിട്ടും. അവൻ പറഞ്ഞതിൽ ചില കാരണങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ ആ ഒരു വേർഷനും കൂടി ചിന്തിക്കാൻ നമുക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുറെ ഈഗോ കുറയും, കുറെ ടെൻഷൻ ഒഴിയും, കുറെ വഴക്കുകൾ ഒഴിയും. നമുക്ക് കുറെയൊക്കെ അതിന് ടച്ച് ചെയ്യാണ്ട് മാറിപ്പോകാൻ പറ്റും. അതും അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു പടമാണ്. പിന്നെ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ പടം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പിന്നെ നമ്മുടെ ഇപ്പോൾ വന്ന മലയാള പടം എക്കോ എന്ന് പറഞ്ഞ പടം, അത് എനിക്ക് അദ്ദേഹത്തിനാണ് കിഷ്കിന്ത കാരണം അത് എഴുതിയ ആളുടെ. അപ്പം ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള ലെവലില് ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ പടത്തിലാണ് നമ്മളൊരു പ്ലോട്ട്, എഴുത്തുകാരൻ ആദ്യം വേണ്ടത് ഒരു പ്ലോട്ടാണ്. ഒരു ടൈമിലായി പ്ലോട്ടാണ്, ഇന്ന സ്ഥലത്ത് കഥ എടുക്കണം, അപ്പോൾ അതൊരു പ്ലോട്ടാണ്. ഇന്ന സമയത്തൊരു കഥ എടുക്കണം, അതൊരു ടൈമാണ്. പിന്നെയാണ് കഥാപാത്രങ്ങളെ നമ്മളതിലേക്ക് കൊണ്ടുവരിക. ഞാൻ എങ്ങനെ ആലോചിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്ലോട്ട് എങ്ങനെ ഉണ്ടാക്കി, ഈ ടൈമിലൊരു കഥ ഉണ്ടാക്കി, എനിക്ക് അത്ഭുതമുണ്ട്. ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ജാതി ഹോളിവുഡ് നിലവാരമുള്ള വലിയൊരു പടം എക്കോ എനിക്ക് ഇഷ്ടം. കമലഹാസന നായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പിന്നെ ഹിന്ദി സിനിമകളിൽ ഏതായിരിക്കും? ഹിന്ദി സിനിമകളിൽ എനിക്ക് ഇതിലൊന്നും ഹിന്ദി സിനിമ വരുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ലഗാൻ വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് എന്താ പറയുക, ഈ പടങ്ങളിൽ വരുമ്പോൾ ബർഗ്മാൻ്റെ പടം വന്നു, കുറിച്ചോവിടെ അങ്ങനെയൊക്കെ കയറി വരുമ്പോൾ, പിന്നെ ക്രിസ്റ്റഫർ നോളൻ്റെ, പിന്നെ മറ്റേ സ്പിൽബർഗിൻ്റെ ഷിൻലേഴ്സ് ലിസ്റ്റ് ഒരു നല്ലൊരു പടമാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറഞ്ഞൊരു പടം, ആളൊരു ഗണിതശാസ്ത്രജ്ഞൻ്റെ ജീവിതമാണ്. അദ്ദേഹം വലിയൊരു എന്താ പറയുക ഓസ്കർ അവാർഡ് കിട്ടിയ പടമാണ്. വലിയൊരു ഭയങ്കര ഗണിതശാസ്ത്രമാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിൽ പിന്നെ അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മധ്യഭ്രമം വരിക. അതായത് സങ്കല്പവും റിയാലിറ്റിയും കൂടെയുള്ള മിക്സ് വരിക.
അപ്പൊ ഇത് ആൾക്ക് കൺഫ്യൂഷൻ ആവണു. അയാളുടെ ജീവിതം തന്നെ പോണ സമയത്ത് ഭാര്യയുടെ സഹായത്തോടു കൂടി അത് തിരിച്ചു വരേണ്ട ഒരു പടമാണ്. ഗംഭീര പടം. നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ണു നിറയും. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡ്, അതാണ് ബ്യൂട്ടിഫുൾ മൈൻഡ് ഈ പടത്തിന്റെ പേര്. അങ്ങനത്തെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു പടം. അങ്ങനത്തെ കുറെ പടം. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഇരുവർ. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. എല്ലാവർക്കും ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദം. വളരെ അടുത്ത സൗഹൃദമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? സ്പിരിച്വാലിറ്റി ആണോ അതോ കൂടുതൽ സ്പിരിച്വൽ. ആ നാട് ഭയങ്കര മൃഗഭക്തനാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പിരിച്വാലിറ്റി തന്നെയാണ് സംസാരിക്കുക. പിന്നെ ഞാൻ ആളുടെ സിനിമയുടെ കാര്യം പറയാം. എനിക്ക് ഇരുവർ എനിക്ക് തോന്നുന്നത് 9 തൊട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. അത് കരുണാനിധി MGRന്റെ ജീവിതകഥയാണ്. അതിൽ MGR ആയിട്ട് ലാലേട്ടൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സീനുകളൊക്കെ അതിന് ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗണിതശാസ്ത്രത്തെ കഥ എടുത്തിട്ടാണ് ബ്യൂട്ടിഫുൾ മൈൻഡ് ഉണ്ടാക്കിയിട്ട് ഓസ്കാർ അവാർഡ് നേടിയത്. ഈ സാധനം MGRന്റെ കഥ ഈ സിനിമ എടുത്തിട്ട് ഇംഗ്ലീഷിലാണ് ചെയ്ത് വെച്ചാൽ, ഹോളിവുഡിലാണ് ചെയ്ത് വെച്ചാൽ ലാലേട്ടൻ ഓസ്കാർ കൊടുക്കും. ഒരു സംശയമില്ല. കാരണം അത്രയും ഗംഭീര കുറച്ച് സീനുകളുണ്ട് അതിൽ. നമുക്ക് ഞെട്ടിപ്പോവും. ഞാൻ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ പടം എന്നെ ഭയങ്കര ഇതാക്കിയതാണ്. അപ്പൊ ഒരു വലിയ സിനിമാ പ്രേമിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു ഇല്ല, ഞാൻ മീറ്റ് ചെയ്യുന്ന തുടരുന്നു സിനിമയുടെ ലൊക്കേഷനിലാണ്. ആ സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രയുടെ പേരാണ് ഷൺമുഖം. ഒരു കണക്ഷനിലാണ് സൂപ്പർ ഹിറ്റായി. സൂപ്പർ ഹിറ്റായി. പിന്നെ ആളുടെ റിംഗ് ടോങ്ങും ഒരു മറ്റേ സ്കന്ദഷഷ്ടി കവചാണ് മുരുകാന്ന് വിളിക്കണം. അത് ലാലേട്ടൻ തന്നെയാണ് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല ആഡ് ചെയ്തത്. ആ പടത്തിന്റെ വിജയാഘോഷത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. ഞാൻ പോയിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞ് അതിന്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് എന്നെ വിളിച്ചു, എന്തായാലും വരണം പറഞ്ഞു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, അത് അവിടെ മുരുകവാന്റെ ആ ഒരു കണക്ഷനാണ് അതാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ അന്നോട്ട് അന്ന് പുസ്തകം വായിച്ച സമയമാണ് പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചു. പിന്നെ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളാണ് സംസാരിക്കുക. പിന്നെ കുറച്ച് സിനിമയുടെ കാര്യം. ഏറ്റവും ലാസ്റ്റ് കണ്ടുമുട്ടിയത് ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ്. ആളുടെ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അന്നാണ് ദൃശ്യം റിലീസ്. ഞങ്ങൾ ഒരുമിച്ചാണ് ദൃശ്യം പടം കാണാൻ പോയത്. പടം കണ്ട് ഒരുമിച്ചാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് എത്രയോ കാലം ആരാധിച്ചിരുന്ന ഒരു വ്യക്തി. അത് ചെറിയ ലെവലിലൊന്നല്ല, വലിയൊരു ആരാധനയാണ്. നമ്മുടെ ചെറുപ്പം തൊട്ട് എനിക്ക് പറയാം, ചെങ്കോല് സിനിമ കാണാൻ പോയിട്ടേ അന്ന് പടം ജോസ് തിയേറ്ററിലാണ്, തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് പടം. അന്ന് ഒരു 520 രൂപയുടെ ഒരു വാച്ച് കിട്ടിയിരുന്നു. അന്ന് 520 രൂപ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഗേറ്റ് തുറന്ന് ഓടി ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണല്ലോ, ഇപ്പോഴത്തെ പോലെ ഗേറ്റ് തുറന്ന് ഓടി തട്ട് മുറിച്ച് വീണ് എനിക്ക് നോക്കിയ വാച്ചില്ല, വാച്ച് പോയി. എന്നിട്ട് ഞാൻ എടുത്ത് നമുക്ക് പോലീസുകാർ എന്താ നിൽക്കണമെന്ന് ചോദിച്ചാൽ വാച്ച് പോയി തോന്നുന്നു. അപ്പോൾ ഫുൾ തിരക്കാം, ഭയങ്കര സിനിമ ആണെങ്കിൽ കളിക്കാം. ഞാൻ ടിക്കറ്റ് എടുത്ത ഉള്ളിൽ കൂടെ പോയിട്ട് ടിക്കറ്റ് എടുത്തു. എൻ്റെ വിഷമം കണ്ടു. ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടു, സിനിമ വാച്ച് പോയതൊക്കെ മറന്നു. അതാണ് നമ്മുടെ ആരാധന. അങ്ങനെയുള്ള ഒരു മഹാനടൻ്റെ ഒപ്പം ആ ഒരു സൗഹൃദം വലിയൊരു അനുഗ്രഹം, ഭാഗ്യം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. ഇപ്പൊ രജിജി ഒരു വലിയ ആത്മീയ ഗുരുവായി മാറി. എൽമാർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ലാൽ സാറിന്റെ വെച്ച് ഒരു തിരക്കഥയിൽ ഒരു സിനിമയൊക്കെ എടുക്കാനുള്ള എന്തെങ്കിലും ഭാഗ്യം കിട്ടുമോ? അത് ആ വഴിക്ക് ഞാനത് വിട്ടു സിനിമ. കാരണം ഞാൻ പറയല്ലേ, 2010 ഇതൊക്കെ കഴിഞ്ഞല്ല എനിക്ക് മനസ്സിലായി അതല്ല എൻ്റെ റൂട്ട്. എൻ്റെ ഉള്ളിൽ ആ ഒരു എഴുത്തുണ്ട് ശരിക്കും. അല്ല, അതിപ്പോ ഇല്ല കഴിഞ്ഞു. കാരണം നമ്മൾ വലിയ ഡ്യൂട്ടിയിലേക്ക് ഭാഗം കൊണ്ടുവന്നു മനസ്സിലായതോടുകൂടി ഞാൻ മെല്ലെ എളുപ്പമായിരുന്നില്ല ഇതായി. അതായത് അന്ന് ലാലേട്ടനൊന്നും നമ്മുടെ ചിന്തയിലൊന്നും ഇല്ല. അതൊക്കെ അപ്പുറമുള്ള ആൾക്കാരാണ്. നമുക്ക് സംവിധായകർ ഏതെങ്കിലും ആൾക്കാരുടെ നടക്കുമ്പോൾ ഇപ്പൊ എത്രയോ സംവിധായകരെ എനിക്ക് അറിയാം, പ്രൊഡ്യൂസർമാരെ അറിയാം. പക്ഷെ അതെന്റെ റൂട്ടല്ല എന്ന് മനസ്സിലായി കൂടിയിട്ട് ഞാൻ ഇല്ല പുസ്തകത്തിലുള്ളതാ അറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് അതില്ല. അത് ആ ഒരു ഇതിലേക്ക് എന്തായാലും ഉണ്ടാവില്ല. രജിജിക്ക് എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ, ഒരു അംബിഷൻ ഉണ്ടോ? ഇനി ഇങ്ങനെ വലിയൊരു സ്വപ്നം മനസ്സിലുണ്ടോ? അല്ല, എൻ്റെ ഏറ്റവും വലിയ സ്വന്തം മുരുകവാന്റെ ഡ്യൂട്ടികൾ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കാന്നുള്ളതാണ്. അതിങ്ങനെ സ്റ്റെപ്പായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഓരോ ഡ്യൂട്ടികൾ ചെയ്തു, അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോവുക, അടുത്ത ഡ്യൂട്ടി ചെയ്യുക, അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോവുക. അപ്പൊ
ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഇപ്പോൾ. ചിന്തിക്കാറില്ല. അതും ഞാൻ അവസാനിപ്പിച്ച കാര്യം. ഉം, അതായത് ഒരു ഡ്യൂട്ടി അതുവരെയാണ് എൻ്റെത്, ഉം, അത് കഴിഞ്ഞ അടുത്ത ഡ്യൂട്ടി അതുവരെയാണ് എൻ്റെത്. ഉം, അങ്ങനെ പോണ ഒരു മൈൻഡ് സെറ്റ് ആയി. അപ്പൊ ഞാൻ ഉം, ഇന്ന് ഫ്യൂച്ചർ ആവണം എന്നൊന്നുമില്ല. ഉം, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണ ആ ഒരു ലെവലിലേക്ക് ഉം, നമ്മൾ മാറണം. മാറണം. അത് ആ ഇതിലേക്ക് അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ഫ്യൂച്ചറിന്റെ കാര്യമൊക്കെ വിട്ടു, അതൊക്കെ ആളുടെ കയ്യിൽ കൊടുത്തു. എന്താ പറയാ, നമുക്ക് കയ്യിൽ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ കയ്യിലെ കർമ്മമുള്ളൂ, ഫലമൊക്കെ അദ്ദേഹം തരേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രജിജിയുടെ വ്യക്തി ജീവിതത്തെ പറ്റിയാണ് ഈ ഇന്റർവ്യൂവിൽ കൂടുതൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, നോർമൽ ഡെയിലി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എന്താ പറയുക, നല്ലോണം കളിച്ച് അല്ലെങ്കിൽ ജിമ്മ് എടുത്ത് അങ്ങനെയൊക്കെയുള്ള റുട്ടീനൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ടൊക്കെ കയ്യിൽ നിന്ന് പോയി. യാത്രകളാണ്, തിരക്കുകളാണ്, ഫോൺ കോളുകൾ ഒരുപാടുണ്ട്, മെസ്സേജുകളും നോക്കണം. അപ്പൊ ആ റൂട്ടീനൊക്കെ കുറച്ചു കാലമായിട്ട് കയ്യിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു. കാരണം തുടർച്ചയായിട്ടുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. ഈ അടുത്ത അവസാനത്തെ 3 കൊല്ലം തുടർച്ചയായിട്ട്. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഇനി അടുത്ത ഡ്യൂട്ടിക്ക് എത്താൻ കുറച്ച് ടൈമുണ്ട്. ഇപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ റുട്ടീന്, ഭക്ഷണവും ക്രമീകരണം, ജിമ്മ് എടുക്കാൻ പോക്ക്, അതും കുറെ കാര്യങ്ങളിൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ നോക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് ഇപ്പൊ മെല്ലെ കിടക്കുകയാണ്. അപ്പൊ കുറച്ച് വായനകൾ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ നല്ല സിനിമകൾ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ബുക്ക് എഴുതുന്ന മോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വായന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മള് എന്താ പറയാ, ന്യൂസുകൾ, ജിയോ പൊളിറ്റിക്സ് നോക്കാൻ, അങ്ങനെ കുറച്ച് ആ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ റൂട്ടീനിലേക്ക് ഇന്ന സമയത്ത് ഒന്ന് ചെയ്യാം, ആ രീതിയിലേക്ക് ഇപ്പോ വന്നിട്ട്. കാരണം കുറച്ച് കാലത്തേക്ക് പരിപാടികളൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് ബുക്ക് എഴുതണം, ഹെൽത്തിന്റെ കാര്യം ക്ലിയർ ആക്കണം, അങ്ങനെ അതിലേക്ക് കിടക്കാണ്. മെഡിറ്റേഷൻ ഒക്കെ എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ? എത്ര സമയമായിരിക്കും അതിനു വേണ്ടി ചെലവഴിക്കുക? സാധാരണ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല. കുറച്ച് വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാന്റെ മെസ്സേജ് വരുന്ന ദിവസങ്ങള് കുറെ നേരം ഇരിക്കും. അത് രാത്രി കൂടുതലിരിക്കുക. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ താമസിക്കുന്ന വീട് നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടും അങ്ങനെ അവിടെയാണ് വലിയ പൂജാമുറി. അപ്പൊ അവിടെ പോയിട്ട് രാത്രി 10 മണി കഴിഞ്ഞാൽ കുറെ നേരം ഇരിക്കും. അത് കുറെ ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നല്ലോണം ഇരിക്കും. അല്ലാത്ത സമയത്ത് നോർമലായിട്ട് വിളക്കൊളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ എപ്പോഴും മനസ്സില് ഭഗവാൻ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് കുടുംബ വിശേഷങ്ങളായാലോ. വൈഫിനെ എല്ലാവർക്കും അറിയാം അല്ലേ, ഇത് പ്രോഗ്രാംസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അധ്യാപികയാണ് അല്ലേ. പിന്നെ വൈഫിന്റെ പിന്തുണയെ പറ്റിയും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഇന്റർവ്യൂസിൽ രജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ പ്രൊഫഷനെ പറ്റി? വൈഫ് ടീച്ചറാണ്, ഭാരതീയ വിദ്യാലയ ടീച്ചറാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്റ്റ്. നേരത്തെ പറഞ്ഞ പിന്തുണ എനിക്ക് വലിയൊരു ബല. കാരണം ഇപ്പൊ കാണുന്ന പോലെയല്ല തുടക്കമൊക്കെ നമ്മള് എന്താന്ന് ലക്ഷ്യമില്ലാണ്ടാണ് യാത്രകൾ ചെയ്യുന്നത്. ആ സമയത്തും നമുക്ക് നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്, ഇപ്പോഴും ഒപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, പെട്ടെന്ന് ഫീൽ ചെയ്യണ ഒരാളാ. അവിടെ ചില ആൾക്കാർ പറയില്ലേ പെട്ടെന്ന് കണ്ണെന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരാളാ ഞാൻ. സന്തോഷമായാലും സങ്കടമായാലും എനിക്ക് പെട്ടെന്ന് കണ്ണിൽ വെള്ളം വരും. അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു എത്ര വട്ടം. എന്താ പറയാ, ഇപ്പൊ ഈ ആർത്തിനിയുടെ കോച്ചിനെ കുറിച്ചിട്ട് അങ്ങനെ പറയും, പെട്ടെന്ന് കണ്ണ് പറയുന്ന ക്രൈം ബേബി എന്നാണ് ആളെ വിളിക്കണം. അതേപോലത്തെ ഒരാളാ ഞാൻ. പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും. അത് സന്തോഷമായാലും അതൊക്കെ അങ്ങനെ പിടിച്ചിരിക്കണമല്ല, ശരിക്കുള്ള ആളെ കുറിച്ച് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് അത് സന്തോഷമായാലും കണ്ണെന്നറിയും, ദുഃഖാണെങ്കിലും അറിയാം. അത് കണ്ണിന്ന് എന്തായാലും വെള്ളം വരും. അത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ വൈഫ് അങ്ങനെയല്ല, കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പൊ എനിക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് രണ്ടും ഉണ്ടാവും പെട്ടെന്ന്, പക്ഷെ ഞാൻ തിരിച്ചു വരും വേഗം. ഒരു വിഷയം ഉണ്ടാവുമ്പോ, ടെൻഷൻ ഉണ്ടാവുമ്പോ ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവും. എന്താ പറയാ, പെട്ടെന്ന് കണ്ണു നിറയും, കരച്ചിൽ വരും, ചിലപ്പോ ഒറ്റയ്ക്ക് പോയിട്ട് കരയും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ വൈഫ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രി
ഇതൊക്കെ ചെയ്തിട്ട് പോയ ആള് പിറ്റേ ദിവസം കാലത്ത് വരണത് ഇങ്ങനെ സംഭവം നടന്നിട്ട് അതെങ്ങനെ പറ്റണെന്ന് ചോദിക്കും. അതാണ് എൻ്റെ ബലം. അതായത് നമ്മളിതൊക്കെ ആയിട്ട് ഡൗൺ ആണെന്ന് എല്ലാവർക്കും വിചാരിക്കേണ്ട സമയത്ത് അടുത്തൊരു കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചതിന്റെ 10 മടങ്ങ് ശക്തിയിലൂടെ തിരിച്ചുതരാം. എപ്പോഴും പറയണത് വേറെ ആൾക്കാരോട് പറയുമ്പോൾ ഇതാ പറയാ, രാത്രി ടെൻഷൻ അടിച്ച് പോണാണ് വിചാരിക്കും ഇത് എന്താ വലിയ സംഭവം എന്ന് ചോദിക്കും. കാലത്ത് വരുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത പോലെ വരണാണ്. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. വൈഫ് പക്ഷെ അത് ഭയങ്കര ബോൾഡാണ്. പക്ഷെ അത് എന്താ പറയാ, നമ്മളിപ്പോ 2003 ഇപ്പൊ 23 കൊല്ലായി മൂത്ത മകളിപ്പോ ഡിഗ്രി ഡിഗ്രി ഏത് വർഷമാണ് പഠിക്കുന്നത്? തേർഡ് ഇയർ പഠിക്കുന്ന മോളുടെ അച്ഛനാണ്. അച്ഛനാണ്. പക്ഷെ 23 വർഷം കഴിയുമ്പോ ഞങ്ങളുടെ പ്രണയം കൂടണല്ലോ. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. വൈഫ് ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏതായിരിക്കും? എനിക്ക് അങ്ങനെ ഫുഡ് ഇങ്ങനെ വേണമെന്ന് ഒരു ഇതില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞ വൈഫ് ചെയ്ത് പറയും ഉപ്പ് സോഡയാണ് എൻ്റെ ആവശ്യം. അതാണ്. അതിപ്പോ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. നന്നായി കഴിക്കും ഞാൻ. എനിക്ക് ഇന്ന ഫുഡ് വേണം അങ്ങനെ നിർബന്ധമില്ല. ഇത് കഴിച്ചു പോവുക എന്നുള്ളതിന്റെ അപ്പുറം അത് ഞാൻ നോക്കാറില്ല. അപ്പൊ ആ ഒരു എന്താ പറയുക, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഇത് കെമിസ്ട്രി അത് സഹായിച്ചിട്ട് വന്നുള്ളത് കൊണ്ടായിരിക്കാം ആ സ്ട്രോങ്നെസ് ഉണ്ട്. അത് വർഷം കൂടുന്തോറും അത് കൂടി വരുന്നുണ്ട്. പക്ഷെ അതൊരു വല്ലാത്ത ബല. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിച്ചിട്ട് ജീവിതം നേരത്തെ പറഞ്ഞ വിഷമിച്ചിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരാളപ്പുറത്തിരിക്കുമ്പോ നമുക്കൊരു ബലം കിട്ടുമല്ലോ. മക്കളെ കുറിച്ച് ഒന്ന് പറയാമോ? മക്കള് നക്ഷത്രയും ഗംഗയും അല്ലേ? നക്ഷത്ര ചെയ്യുന്നത് ഡിഗ്രി ഫിസിക്സ് പഠിക്കണം, തേർഡ് ഇയർ ആയി. രണ്ടാമത്തെ ആള് ഭാരതീയ വിദ്യാഭവനില്, ആള് +2 പഠിക്കണം. എങ്ങനെയാണ്? 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. അപ്പം ഈ അവർക്ക് പെൺകുട്ടികൾ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? എനിക്ക് പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിനോട് ആ ഒരു ഇതില്ല. രണ്ടുപേരും ഒരേപോലെയുള്ള ആൾക്കാരാണ്, ഒരേ കഴിവുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഞാൻ തുടക്കം തൊട്ടേ അങ്ങനെ. ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, എന്നിട്ട് ആൺകുട്ടി ആവണമെന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പറയും പറ്റില്ല, പെൺകുട്ടി എന്താ കുഴപ്പം? കാരണം പെൺകുട്ടികൾക്ക് അതിനുള്ള, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് നിമിഷക്കറിയാലോ, മെൻസസ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ നോക്കാറില്ല ആർക്കും. കാരണം അത് അങ്ങനെ ചെയ്യേണ്ടത് സംഭവമല്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെയാണ്, പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെയാണ്. അവർക്ക് ഈ ലോകം അവർക്കുള്ളതാണ്. അവർക്കെല്ലാം ഫ്രീഡം വേണം, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഉപദേശം, അങ്ങനത്തെ ഒരു ഉപദേശം ഇതുവരെ കൊടുത്തിട്ടില്ല. അവരെ പറ്റി എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? ഇന്ന ആളാവണം എന്നൊക്കെ അവരെ നിർബന്ധിക്കാറുണ്ടോ? ഒന്നും നിർബന്ധിക്കില്ല, അവരോട് ചോദിച്ചോളൂ. ഞാൻ ഒന്നിനും നിർബന്ധിക്കാറില്ല. അവരെ വഴിക്ക് പോട്ടെ, ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അവര് നല്ലൊരു വഴിയിലെത്തും. അവരിതുപോലെ സിനിമയൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ? വായനയിലൊക്കെ താല്പര്യമുണ്ടോ? മൂത്താള് കുറച്ച് വായിക്കും, സിനിമകൾ കാണും. രണ്ടുപേരും സിനിമകൾ കാണും. പക്ഷെ മൂത്താള് കുറച്ചും കൂടി വേറെ രീതിയിൽ കുറച്ചും കൂടി നല്ല അങ്ങനത്തെ വായനകളും ഇതൊക്കെ ഉള്ള ആള്. രണ്ടാമത്തെ ആള് കുറച്ചും കൂടി കരിയർ ഓറിയന്റഡ് ആണ്. അവൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്റെ ഹാർഡ് വർക്ക് കിട്ടിയത് ആൾക്കാ. ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. അത് അങ്ങനത്തെ രണ്ടാമത്തെ ആൾക്ക് കിട്ടി. പിന്നെ കുടുംബമായിട്ട് യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്ര ഒന്ന് പറയാമോ? യാത്രകൾ ഞാൻ ഫാമിലിയായിട്ട് പോകാറുണ്ട്. എനിക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം സിംഗപ്പൂരാ. ഭാരതം കഴിഞ്ഞ സിംഗപ്പൂരാണ്. സിംഗപ്പൂർക്ക് അവര് വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും സിംഗപ്പൂർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനർജി എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും അവിടെ ഒരു മൈലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സിംഹാം വെള്ളം ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ പോയിരിക്കും രാത്രി 2 മണി വരെ. ഭയങ്കര എനർജി അവിടെ നിന്നിരുന്നത്. പിന്നെ ആ സ്ഥലം സിംഗപ്പൂരൊന്നും എനിക്ക് ഭയങ്കര എനർജി ഇല്ല. അപ്പൊ ഫാമിലിയായിട്ട് പോയപ്പോ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സിംഗപ്പൂരാണ്. മക്കളിങ്ങനെ സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? അച്ഛാ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം അങ്ങനെയൊക്കെ? അവരിപ്പോ ഇപ്പൊ പറഞ്ഞാണെങ്കിൽ ഉണ്ടായില്ല, ഇപ്പൊ ഐഡിയ ഉണ്ട്. പിന്നെ എല്ലാ സജഷനും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. മക്കളുടെ വിവാഹത്തെ പറ്റിയൊക്കെ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? അയ്യോ, ഞാൻ ഇപ്പൊ അതൊന്നും ചിന്തിച്ചില്ല. ഇപ്പൊ ആൾക്കാർ 20 വയസ്സ്
ഇനി ഒരു കൊല്ലം ഡിഗ്രി ഉണ്ട്, 2-3 കൊല്ലം കൂടി കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കേണ്ട വിഷയമല്ല. അതുപോലെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ പെല്ലമാർക്ക് വലിയൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അപ്പം അമ്മയെ പറ്റിയുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ഈ നേരത്തെ പറഞ്ഞൊരു അടി വെച്ചാൽ ഞാനൊരു ഫാമിലി മാനാ. അപ്പൊ എപ്പോഴും എനിക്ക് ആ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ കുറച്ചൊക്കെ ഇരുന്നാലാണ്, യാത്രകളൊന്നും ഇല്ലാത്ത ദിവസം, ഞാൻ വീട്ടിലുള്ള ദിവസം എന്തായാലും 1 മണിക്കൂർ 1-2 മണിക്കൂർ അവരുടെ കൂടെ ഇരിക്കും, വെറുതെ തമാശയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അതെനിക്ക് കിട്ടണ ഭയങ്കര ഊർജ്ജ. അപ്പൊ അത് ഞാൻ കുട്ടികളുടെ അടുക്കും എപ്പോഴും അത് കൊടുക്കാറുണ്ട് ആ രീതികൾ. പിന്നെ അമ്മയെ കുറിച്ച് നോക്കിയാൽ നമ്മുടെ എന്താ പറയാ, ഞാൻ അടുത്തൊരു സ്റ്റേജ് അത് ഉയർന്നു പോണെന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് അമ്മ. കാരണം ഞാൻ സീറോന്ന് തുടങ്ങണത് തൊട്ട് അമ്മ കാണുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും അമ്മ കൂടിയുണ്ട്. അപ്പൊ തുടക്കത്തില് പലരും നമ്മുടെ ഈ യാത്രേനെ, അത് അധികം ആൾക്കാരൊന്നുമല്ല, അന്ന് അധികം ആൾക്കാരൊന്നും അറിയില്ല, പോണ സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞ് അമ്മോട് പറയുമ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കണ ആള് അമ്മയായിരുന്നു. പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മയ്ക്കൊരു ഇതുണ്ട്, നമ്മുടെ കാര്യം അവിടെ ചെന്ന് പറയും, അവര് കുറ്റം പറയും, അവര് തർക്കിക്കാതെ. ഞാൻ പറഞ്ഞു എന്തിനാ പോണ, അതങ്ങോട്ട് വിട്ടാൽ മതി, പറയാണ്ടിരുന്ന വിഷയം കഴിഞ്ഞ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടാണ് ഇന്നത്തെ, അതായത് പക്ഷെ അമ്മ 2021 മരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇത്, അതിനുശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരിൽ കൂടുതലേക്ക്. ഈ ഒരു കാഴ്ച അമ്മ ഭൂമിയിലിരുന്ന് കാണാൻ പറ്റിയില്ല, അത്ര ഞാൻ പറയുള്ളൂ. ഭൂമിയിലിരുന്ന് കാണാൻ പറ്റും, വേറെ ലോകത്തിരുന്നിട്ട് അമ്മ ഇതൊക്കെ കാണുന്നുണ്ട്, അനുഗ്രഹിക്കണമുണ്ട്, സന്തോഷിക്കണമുണ്ട്. കാരണം ആ അനുഗ്രഹ വർഷം എൻ്റെ ജീവിതത്തില് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒക്കെ ഉപയോഗിച്ച ഭൂമിയിലിരുന്ന് കാണുന്നില്ല, പക്ഷെ വേറെ സ്ഥലത്തിരുന്നതൊക്കെ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം എനിക്കറിയാനുള്ള ഒരു ആഗ്രഹമാണ്. രജിജി ഒരു കുട്ടിയുടെ കല്യാണം നടത്തിയിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് കൈ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കറിയാം. അത് അൺഎക്സ്പെക്റ്റഡും ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ആ സമയത്ത് എന്താണ് തോന്നിയത് എന്ന് പറയാമോ? അത് ഭയങ്കര, എന്നെ കല്യാണം ക്ഷണിക്കുന്നു, നിമിഷം എന്നെ കല്യാണം ക്ഷണിച്ചിട്ട് ഞാൻ കല്യാണത്തിന് പങ്കെടുക്കാനാ വരണത്. അവിടെ വന്നു, നമ്മൾ ആ മണ്ഡപത്തിൽ കയറുമ്പോ കയറി നിൽക്കാൻ പറഞ്ഞപ്പോ ഓക്കെ, പെട്ടെന്ന് കൈ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആകെ ഇതായി, പ്രതീക്ഷിക്കണില്ലല്ലോ. പക്ഷെ വലിയൊരു സംഭവം ചെയ്യണത് അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പറഞ്ഞു രജിജി അത് ചെയ്തു, പക്ഷെ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇതായി, വലിയൊരു സംഭവമാണല്ലോ. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യുക എന്ന് പറയുമ്പോ ഒന്ന് എനിക്കൊരു സന്തോഷം, കാരണം എന്നെ അതിലേക്ക് നിങ്ങൾ തീരുമാനിച്ചല്ലോ. 2 എൻ്റെ ഉത്തരവാദിത്വം കൂടുക. ഞാൻ ദിവസം ഒരു എക്സ്ട്രാ ഒരു പ്രാർത്ഥന നിമിഷിക്കുന്നുണ്ട്, എൻ്റെ കൈ കൊടുത്തു കൊടുത്തു അവരുടെ ജീവിതം നന്നാവണം. എക്സ്ട്രാ ഒരു പ്രാർത്ഥന എപ്പോഴും ഞാൻ വെക്കും, അവരുടെ ജീവിതം നന്നാവണം, ഞാൻ കൈ പിടിച്ചു കോൺഫിഡന്റ് ആണ്. ശരിക്കും പക്ഷെ അതൊരു എന്താ പറയാ, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രതീക്ഷിക്കാണ്ടേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമായി, നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയല്ലോ. അതും മുരുകൻ്റെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മുടെ പിറവത്ത് കിടക്കണ നിമിഷയുടെ കല്യാണത്തിന് തൃശ്ശൂർ ഇരിക്കണ ഞാൻ വന്ന് കൈപിടിച്ചു കൊടുക്കണ ഒരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോ അത് സന്ദർഭം ഉണ്ടാവുമ്പോൾ അതിനൊരു ചരടുണ്ട്, ആ ചരട് കൂടെ 2 പേരും അങ്ങനെ പോയി സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ ഭഗവാൻ തന്നെ തീരുമാനിച്ചതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ഭഗവാന്റെ ദൗത്യം ഇല്ലെങ്കിൽ നമ്മള് കണ്ടുമുട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ രജിജിയുടെ പ്രാർത്ഥനയുടെ കൂടി ഫലമായിട്ടാണ് നമുക്കത് വന്നത്. അവസാനം രജിജി തന്നെ അത് എന്താ പറയാ, ഒരുപാട് പേര് എനിക്ക് ഞാൻ പറയില്ല, ഒരു 60-70 പേര് ദിവസം മെസ്സേജിന് ഞാൻ പറയും. ഇപ്പൊ ഞാനത് അതും കൂടി ഇപ്പൊ ചെയ്യുന്നുണ്ട്, കാരണം മറ്റു തിരക്കുകള് നമ്മൾ പരിപാടി എത്തില്ല. മാക്സിമം 5 മെസ്സേജ് 6 മെസ്സേജ് അതിനപ്പുറം നടക്കില്ല, കാരണം അടുത്തടുത്ത് പ്രോഗ്രാമിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, യാത്രകൾ അങ്ങനെ. പക്ഷെ ഇപ്പോ അതിനുള്ള സമയം കിട്ടുന്ന കാരണം എല്ലാ മെസ്സേജും നോക്കുന്നുണ്ട്. 60-70 മെസ്സേജ് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയായെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു, എനിക്ക് സത്യം പലരും ആ മെസ്സേജ് അയക്കണ പലരും അറിയും കൂടി ഇല്ല എവിടെയാണ് ഇരിക്കണത്. പക്ഷെ ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പല വീട്ടിലൊരു അംഗം പോലെയായി.
തീർച്ചയായിട്ടും. അതെ, അതെ, അതെ. പല ആൾക്കാരും മകനായിണ്ട്, പല അതെ, അതെ. ആൾക്കാരുടെ ചേട്ടനായിണ്ട്, പല അതെ. ആൾക്കാരുടെ സഹോദരനായിണ്ട്. പല ആൾക്കാരുടെ അച്ഛനുണ്ട്. അത് അല്ലെ, അത് വേണ്ട. ഗുരുവായൂർ വെച്ചതുപോലെ അച്ഛന് ആ അച്ഛൻ രീതിയിലൊക്കെ. അതെ, അത് അത് അല്ല അപ്പൊ വളരെ ഞാൻ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആ ഒരു നമ്മുടെ രജിജി മാത്രല്ല, നമ്മുടെ രാജേഷ് ചേട്ടൻ, അനൂപ് ഏട്ടൻ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. അതെ. നമ്മുടെ ഒരു ഫാമിലി ആയിരുന്നു. ഫാമിലി അല്ല അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാംസിലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ആ, ആ, മയൂരം ആ. പ്രോഗ്രാംസിലെല്ലാം ആൾക്കാർ ഭയങ്കര ഒരു ഫാമിലി അല്ലേ, അപ്പൊ സിംഗിൾ ഞാൻ പറയാം, ഫാമിലി അല്ല ആയിട്ടാണ്. അപ്പൊ അത് ഞാൻ അറിയുന്നുണ്ട്. ഉം, പലരും ഉം, മെസ്സേജ് അയച്ചിട്ട്, പല അമ്മമാരും ഉം, ഉം, മെസ്സേജ് ഉം, അയച്ചിട്ട്, മോനെ വേറെ ആരും എനിക്ക് പറയാനില്ല, മോനോട് ഉം, പറയുമ്പോൾ ഒരു സുഖാ. ഉം, അപ്പൊ ഉം, അവരൊരു മകനായിട്ട് തന്നെ കാണണോണ്ടല്ലേ. ഉം, ഉം, ഇല്ലെങ്കിൽ ചേട്ടനായിട്ട് കാണുന്ന ആൾക്കാർ മെസ്സേജ് ഉം, അയക്കുന്നുണ്ട്, ഉം, സഹോദരനായിട്ട് കാണുന്ന മെസ്സേജ് ഉം, അയക്കുന്നുണ്ട്. ഉം, അപ്പൊ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ട്, കുറെ കുടുംബത്തിലെങ്കിലും ഒരു അംഗമായിട്ട് ഉം, ഞാൻ ഉം, മാറുന്നു. ഉം, ആ ഉം, കുടുംബങ്ങളിൽ പല ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഉം, നിർണായക ഘട്ടത്തില് ഉം, ഒരു സഹായം ചെയ്യാവുന്ന ഒരാളായിട്ട് ഉം, മാറണു. ഉം, ഉം, അവരുടെ ലൈഫിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇതൊന്നും ഉം, ഉം, ഞാൻ ഉം, പറഞ്ഞില്ലേ, അതിൽ എനിക്ക് മെസ്സേജ് അയക്കണതിൽ പകുതിയുടെ മേലെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അവരെ. ഉം, ഉം, പക്ഷെ അവര് ഒരു ശക്തി കൊണ്ട് ഞാൻ അവരുടെ ഒരാളാന്ന് അവർ വിചാരിക്കണു. ഉം, അതേ ശക്തി തന്നെ ഞാൻ എന്നെ കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണു. ഉം, ഞാൻ അവർക്ക് വേണ്ടി നല്ല കാര്യം എന്നെ കൊണ്ട് ആ ശക്തി ഉം, ചെയ്യിക്കണു. ഉം, ഞാൻ മനസ്സിലാക്കണു അവര് എൻ്റെ ഒരാളാന്ന് മനസ്സിലാക്കണം. ഉം, ഉം, അത് ഉം. വലിയൊരു അതെ, അതെ. മനോഹരമായ ഒരു കവിത പോലെ, ഉം, 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 ഒരു മനോഹരമായ ഒരു കവിത കേൾക്കണ ഒരു സുഖമുണ്ട് ആ ഉം, ഒരു ഉം. തുടർച്ചയ്ക്ക്. തുടർച്ചയ്ക്ക്. അത് അത് ജീവിതത്തില് എന്താ പറയാ, ആ സ്നേഹം കിട്ടാൻ പറ്റുക ഉം, എന്നുള്ളത് ഉം, ഉം. വലിയൊരു അനുഗ്രഹമാണ്. കാര്യമാണ്. അതെ, അതെ, അതെ. അതുപോലെ സുഹൃത്തുക്കളെ പറ്റി, ഈ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ രജിജിയുടെ ഈ ഒരു ഇപ്പോൾ ഒരു ആത്മീയ ഗുരു എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആളാണ്. ഇപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ? എങ്ങനെയാണ്? ശരിക്കും പറയാ, എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ലബ്ബുണ്ട്, ഉം. YBC, യങ് ബ്രദേഴ്സ് ക്ലബ്ബ്. YBC. പിന്നെ എൻ്റെ തിരൂർ സെൻറ്ററിൽ, തിരൂർ സെൻറ്ററിൽ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളിലാണ് എൻ്റെ വീട്. അവിടെ തൊട്ടടുത്തുള്ള ക്ലബ്ബാണ് YBC. തിരൂർ സെൻറ്ററിൽ ഒരു ക്ലബ്ബുണ്ട്, TCC, തിരൂർ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ട് ആൾക്കാരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലത്തും അത് കൗമാരകാലത്തും യൗവനത്തിലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചൊരു സ്ഥലം YBC ക്ലബ്ബാണ്. ഒരുപാട് സമയം ഞാൻ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് അച്ഛൻ മരിച്ചിട്ട് ജോലിക്ക് 19 വയസ്സിൽ ജോലിക്ക് കയറി. അതൊരു ഷിഫ്റ്റാണ് ആ സമയത്ത്. അപ്പോൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. അന്ന് വേറെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഇല്ല. നേരെ ക്ലബ്ബിൽ വന്ന് നിൽക്കും. അവിടെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് തൊട്ടേ ആ ഒരു ബന്ധം വേറെ ഇതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ള ബന്ധം അത് ഏറ്റവും ശുദ്ധമായിരിക്കും. കാരണം ആ ബന്ധം കണക്ട് ആവണത് ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരണതാ. വലുതായിട്ട് വരുന്ന പല ബന്ധങ്ങളും അങ്ങടോ എന്തെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുള്ള ബന്ധങ്ങളാ വലുതായി കഴിഞ്ഞ് വരുന്നത്. ചെറുപ്പത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളാ. അതൊന്ന് അപ്പൊ ആ ബന്ധത്തിനൊരു പ്രത്യേക ഒരു ശുദ്ധതയുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾ അന്ന് തൊട്ടുണ്ട്. ഇന്നും അവരൊക്കെ എൻ്റെ കൂട്ടുകാരാ. അതേപോലെ ആ ക്രിക്കറ്റ് ക്ലബ്ബിൽ അവിടെയാണ് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവുക. ഫുട്ബോൾ കളിക്കാൻ ഒരു ടീമുണ്ട്, അവർ ക്രിക്കറ്റ് കളിക്കും. ഞാൻ ആ ക്ലബ്ബിലുണ്ടെങ്കിലും അവർ ഫുട്ബോൾ ടീമിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഫുട്ബോൾ കളിക്കാൻ പോകും. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അവരൊക്കെ ഇന്ന് ഓരോ മേഖലയിൽ ടോപ്പായിട്ടുണ്ട്. ഓരോ ടോപ്പ് പൊസിഷനില്ല. ഓരോ ഗവൺമെന്റ് ജോലിയുണ്ട്, ബാങ്കിൽ സീനിയർ മാനേജർ, ഒരാള് ചാർട്ടേഡ് കമ്പനി സെക്രട്ടറിയാണ്. അങ്ങനെ ലെവലിലുള്ള അവരായിട്ട് ഞാൻ ഇന്ന് ആ ബന്ധം വെക്കുന്നുണ്ട്. പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് കുറെ നാളായിട്ട് അവരുടെ പരിപാടികളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അവരൊരു പരിപാടി വയ്ക്കുമ്പോഴാവും നമ്മുടെ ഇത്. പിന്നെ അവര് ടൂർ പോവുക ഇടയ്ക്ക്, എനിക്ക് പോകാൻ പറ്റാറില്ല. ഞാൻ TCCയുടെ ആൾക്കാരാണ്. അവര് പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റും, കാരണം ഞാൻ എപ്പോഴും യാത്രയാണ്. അപ്പൊ ഈ ലീവിന്റെ ഇതൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പൊ അവര് വയ്ക്കുമ്പോൾ പോകാൻ പറ്റില്ല, അവര് പരിപാടി ചെയ്യുമ്പോൾ പോകാൻ പറ്റില്ല. അപ്പൊ എന്നാ ഫോണിൽ കൂടെ ആ ബന്ധമുണ്ട്. അവർക്ക് ആ സ്നേഹം എന്നോട് ഇപ്പോഴും ഉണ്ട് അവർക്ക്. ഞാനും അവരെ വിളിക്കും. പക്ഷെ അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ഈ തുടർച്ചയായിട്ട്. ഞാനിപ്പോ ഇപ്പോഴുടെ ഇടവേളയിൽ അതും കൂടി ഇതാക്കാൻ പോവാ, അവരെ കൂടുതൽ അവരായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോവാണ്. ഇനി ഇവിടെ വരികയാണെങ്കിൽ ക്ലബില് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ക്ലബിൽ പോയിട്ടില്ല, പോകാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ ഈ തിരക്കിലൊക്കെ ഉണ്ട്. പക്ഷെ അവരായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. അതിൽ കുറെ പേര് ഇപ്പോഴും നമ്മുടെ LMRKയിൽ ഉള്ള ആൾക്കാർ തന്നെയാണ്, പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതിൽ പക്ഷെ അവര് ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ തിരക്കിൽ ഞാൻ അവരായിട്ടും വീണ്ടും ആ ഒരു ബന്ധം ഇടയ്ക്ക് ഈ ഗ്യാപ്പിൽ ചെയ്യുന്നുണ്ട്. അവരിപ്പോ പിന്നെ വീടിന്റെ അടുത്തായ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിക്കും. അതൊരു രസമാണ്. അതായത്
ചില ഈ തിരക്കുകളുടെ സമയത്ത് ഉം, ഉം, ആ ഒരു ആ ഒരു ബന്ധം ഉണ്ടല്ലോ, ഉം, നമ്മളെ ഉം, ചെറുപ്പകാലത്തെ ഉം, ഉം, അവരുടെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത വെറുതെ കുറെ നേരം വർത്തമാനം പറയാ. ഉം. അതായത് ഓക്കെ ഓക്കെ. ഒരു കാര്യം ഉണ്ടാവില്ല, പ്രധാന ഉം, കാര്യം ഉം, ഉണ്ടാവില്ല. ഉം. പക്ഷെ ഒരു ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇവരുടെ അടുത്ത് ഇരുന്നിട്ട് വെറുതെ കുറെ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉം. ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതെ അതെ. അത് നമ്മുടെ ചെറുപ്പകാലത്ത് നിന്ന് ആ നഷ്ടപ്പെട്ട സുഖം. ആ ആ. ആ സുഖം ഞാനിപ്പോ വീണ്ടും ഉം, ഈ തിരക്ക് കഴിഞ്ഞ ഈ ഗ്യാപ്പിൽ ഇരുന്നിട്ട് ഉം, ഉം, അടുത്ത ഡ്യൂട്ടി വരേണ്ട മുമ്പ് ഉം, തിരിച്ചു പിടിക്കുകയാണ്. ഉം, ഉം, അതില് കുറെ അന്നുള്ള ബന്ധങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു ലാലു എന്ന് ഉം, പറഞ്ഞ ഉം, സുഹൃത്തുണ്ട്, ഉം, നാരായണന്റെ വേണുണ്ട്, ഉം, അങ്ങനത്തെ ഉം, കുറെ. ഉം. അത് എന്റെ വീടിന്റെ അടുത്തുള്ളത്. മറ്റേ എടുത്തത്. അവിടെ ആ. മനോജ്, ലിക്സൺ, ഡെന്നി അങ്ങനെയുള്ളവരാ. ഉം, ഈ ഉം, ഉം. അതിൽ ഈ ലാലുമായിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ആത്മബന്ധമുണ്ട്. ഈ ഉം, ലാലു നാരായണൻ വേണുമാണ് ഞങ്ങൾ ചെറുപ്പത്തെ ഉം, കൂടുതൽ ഉം, ഇതുണ്ടായത്. അപ്പൊ ലാലുവിനോട് ഞാൻ പലപ്പോഴും എല്ലാ ഉം, കാര്യങ്ങളും ഉം, പറയണ ഉം, ഉം, ഒരാളാണ്. ഉം, ഉം, അപ്പോ വീടിന്റെ അടുത്താണ്. ഉം, ഉം, ആ, ഉം, എന്താ പറയാ, തൊട്ടടുത്താണ് വീട്. ഉം, ഉം. പക്ഷെ അന്നുള്ള പോലെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കണ ഒരു ആള് ലാലുവാണ്. ഉം. ഇടയ്ക്ക് ഇപ്പൊ ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇടയ്ക്ക് വരും, ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് രാത്രി ഓ കുറച്ച് നേരം അത് ശരി. സംസാരിച്ചിരിക്കും, ഉം, ഉം, പോവും. അപ്പൊ ഞാൻ ഈ എന്താ പറയാ, വീണ്ടും ഞാൻ ആ ലാലു നാരായണ കൂടിയിട്ട് ഒരുമിച്ച് കുറച്ചു നേരമൊക്കെ ഇരിക്കാം എന്നുള്ളൊരു ഇരിക്കാം. തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം ഓ. അവർക്കറിയാം എൻ്റെ തിരക്ക്. ഉം, ഉം, ആ ഉം, തിരക്കിലാണ് ഞാൻ അവരുടെ സൗഹൃദത്തിന് ഉം, ഉം, വിട്ട് കളയണമെന്ന് അവർക്കറിയാം. ഉം, അപ്പൊ ഞാൻ ഉം, പറഞ്ഞു, ഇപ്പൊ അടുത്ത ഡ്യൂട്ടി പോകാൻ തന്നിട്ടില്ല, ഉം, കുറച്ച് ഉം, ഗ്യാപ്പ് ഉണ്ട്, ഉം, ഇതിന്റെ ഇടയിൽ ഉം. നമ്മൾ വെറുതെ കുറച്ച് നേരമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു ആ, അങ്ങനെ ആ, പോകുന്നുണ്ട്. ആ. പക്ഷെ അന്നത്തെ ബന്ധം ഉം, ഉം, ഇന്നും ഉണ്ട്. നിലനിർത്താൻ പറ്റണു എന്നുള്ളത് ഉം, ഉം, വലിയൊരു കാര്യം, രണ്ട് ഉം, സൈഡിലും. ഉം, ഉം, TCS-ലായാലും ഉം, IBC-ലായാലും ഉം, അതൊരു ബന്ധം കാരണം ഉം, സൗഹൃദത്തിനെ ഉം. ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇഷ്ടപ്പെടുന്ന ആള്. അതുപോലെ ഇപ്പൊ നമുക്ക് രജിജിക്കൊരു പലരും ഒരു ദൈവിക ഒരു ദൈവം ഡയറക്റ്റ് മെസ്സേജ് തരുന്ന ഒരാളാണ്. ഉം. ഇപ്പൊ ഒരു ദൈവിക പരിവേഷമുള്ള ഒരാളാണ്. എവിടെ ചെന്നാലും അങ്ങനെയാണ് ആളുകൾ കാണുന്നത്. എങ്ങനെയാണ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആൾക്കൂട്ടത്തിനിടയിൽ രജിജിക്ക് ഒരു ഏകാന്തത ഫീൽ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? അത് തീർച്ചയായും ഉണ്ട്. ഉം, അതെന്താ കാര്യം എന്നറിയോ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഉം, ഏത് നാട്ടിൽ പോയാലും നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഉം, അന്നും അതായത് വെറും ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് വന്ന ഒരാൾക്കൊക്കെ വളരെ അന്യമായ കാര്യങ്ങളാ. ഉം, ഉം, അപ്പൊ എനിക്കിപ്പോ സിംഗപ്പൂർ പോയാലും ഉം, നമുക്കറിയണ ആൾക്കാരുണ്ട്, ഉം, ഉം, ആസ്ട്രേലിയ പോയാലും ഉണ്ട്, ദുബായിൽ പോയാലും ഉണ്ട്, ഉം, യൂറോപ്പിൽ എവിടെ പോയാലും നമുക്ക് ഇന്ത്യയുടെ പല ഭാഗത്ത് ഏത് ഭാഗത്ത് പോയാലും ഉം, നമുക്കറിയണ ആൾക്കാരുണ്ട്. ഉം, അതൊരു ഉം, നിസ്സാര കാര്യമല്ല. ഉം, അവരൊക്കെ നമ്മൾ സ്വീകരിക്കണമുണ്ട്. ഉം, ഉം, അപ്പൊ നമ്മൾ അവരോട് കാണിക്കുന്ന ആ സ്നേഹം അവർ തിരിച്ചും കാണിക്കുന്നുണ്ട്. ഉം, ഉം, കാരണം ഇതിന്റെ ഉള്ളിൽ വേറൊന്നുമില്ല. ഉം, ഒരു അങ്ങോട്ട് ആ ഒരു സ്നേഹമാണ്. ഉം, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്നെ ഇപ്പോ രജിജി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഉം, ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ഉം, ആൾക്കാരുണ്ട്. ഉം. പക്ഷെ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് രജിത്തേട്ടെന്നാ. ആണല്ലേ? ആ. അപ്പൊ ആ ഉം, എന്താ പറയാ, നമ്മളൊരു ദൈവിക പരിവേഷമുള്ള ആളാണെങ്കിൽ പോലും ഉം, ഉം, അവര് കാണുന്നത് അവരുടെ സ്വന്തം ഉം, ആളായിട്ടാ. ഉം, ഉം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളിനെ ചേട്ടന്ന് വിളിക്കാനുള്ള ഉം, ഉം. തോന്നില്ല. ആ അതെ അതെ അത് ശരിയാണ്. ഉം, അപ്പൊ അപ്പൊ അത് ഈ 3 പേരല്ലാണ്ട് വേറെ ഗുരുന്നാ ഉം, ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉം, എല്ലാവരും ആ ഒരു രീതിയിലാണ് വിളിക്കുക. ഉം, ഉം, ഞാനത് സന്തോഷത്തോട് കൂടിയിട്ട് ഉം, സ്വീകരിക്കണുണ്ട്. ഉം, അപ്പോ ഒരർത്ഥത്തില് ഉം, ഉം, ഓ, ഈ അനുഗ്രഹങ്ങൾ ഈ സ്നേഹങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അർഹിക്കണതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉം, ഉം, കാരണം എനിക്ക് അതിന് മാത്രം ഒരു കഴിവുള്ള ആളല്ല, ഉം, ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ഉം, ഉം, ഇതൊക്കെ കിട്ടണത് ഭഗവാന്റെ ആളായി നിൽക്കണോണ്ടാ. ഉം, 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 ആ, ആ, എന്താ പറയാ, വിഗ്രഹം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഉം, ഉം, ഒരു കഴുതപ്പുറത്ത് ഉം, വിഗ്രഹം വെച്ച് പോകുമ്പോൾ ആൾക്കാർ വണങ്ങും. ഉം, 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 അപ്പോ ആ കഴുത വിചാരിക്കും ഞാൻ വലിയ ആളാണ്, ഉം, ഉം, എന്നെ എല്ലാവരും വണങ്ങുന്നു. ആ ഉം, വിഗ്രഹം എടുത്തു മാറ്റിയിടം തൊട്ട് ആ കഴുതിനാരും മെയിൻ ചെയ്യണ്ടേ. ഉം, ഉം, ഉം. ആ സത്യം അറിയണ ആളാ ഞാൻ. ഞാൻ ഓ. കഴുതിയല്ല. ഉം, ഞാൻ എന്താ പറയാ, ആ ഭഗവാനൊപ്പുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഉം, ഉം. മുന്നോട്ട് പോകണം. അപ്പൊ ആളെന്റെ ഒപ്പം ഉള്ളപ്പം എല്ലാവരും ബഹുമാനിക്കും. അതെ. ആള് ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരാളാണ്. ഉം, ഉം. അത് ജീവിതത്തില് ദിവസം ഒരു 10 വട്ടെങ്കിലും അറിയാനുണ്ട്. ഉള്ളിൽ വയ്ക്കും. വേറെ ഇതുണ്ടല്ലോ, ഉം, കടലിൽ ഉം, നിന്ന് തിരമാല. ഉം, കടലിൽ തിരമാല ഉണ്ടാവുമ്പോ ഉം, ഉം, കടലിന്റെ ഭാഗമാകുമ്പോഴേ തിരമാലയ്ക്ക് ശക്തിയുള്ളൂ. ഉം, അതൊരു ഉം. പാത്രത്തിലെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശക്തി പോയി. ഉം, അപ്പൊ ആ സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉം, ജീവിതത്തിലുള്ളത്. ഉം, ഉം, അപ്പൊ നേരത്തെ നിമിഷം ചോദിച്ച ആ ദൈവിക പരിവേഷം ഉം, ഏറ്റവും കുറവ് ഉള്ളിലേക്ക് എടുത്ത ആൾ ഞാനാ. ഉം, ഉം. ആണല്ലേ? അതുകൊണ്ട് ആ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അർഹതയില്ലാത്ത ഉം, ഭഗവാൻ അനുഗ്രഹത്തിൽ കിട്ടിയ ഉം, സ്നേഹങ്ങളും ഉം,
സന്തോഷങ്ങളാണ് ഇതൊക്കെ. ഉം, ഉം, അപ്പൊ ഏറ്റവും എന്താ പറയാ കൈക്കുമ്പിളിൽ ഏറ്റവും മുറുത ഏറ്റുവാങ്ങണ സന്തോഷത്തോട് കൂടിയിട്ട് ഉം, ഞാനത് ഉം, സ്വീകരിക്കണു, ഉം, ആനന്ദിക്കണു. ഉം, ഉം, ഉം. അതെ അതെ. അത് ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ രജിജിയായിട്ട് തന്നെ ജനിക്കാനാണോ ആഗ്രഹം? ഒരു മുരുകഭക്തനായിട്ട് ജനിക്കുക അല്ലേ? അത് മുരുകഭക്തനായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ അതും നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മുടെ കയ്യിലല്ല. അതെ. നമ്മള് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ എന്നുള്ള പരിപാടി ഒന്നും നമ്മുടെ കയ്യിലല്ല. ഉം, ഉം, നമ്മള് വിശ്വസിച്ച് മുന്നോട്ട് പോണ ആളുടെ ഉം, പാദത്തിൽ സമർപ്പിക്കുക, ഉം, ഉം, അദ്ദേഹം എന്താ തീരുമാനിക്കാൻ ആ ഉം, തീരുമാനം ഏറ്റെടുക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ ഉം, പറ്റില്ല. ഉം, ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആൻസർ പ്രതീക്ഷിക്കുന്നു. ആ. ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തല്ലോ, ആ. ഒത്തിരി ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ, അപ്പം അന്ന് ഈ മീഡിയ ആയിട്ടൊന്നും രജിജിക്ക് ഒരു അടുത്ത ബന്ധമില്ലല്ലോ. ഉം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തമിഴ് ചാനലിലായിരുന്നു അല്ലേ? തമിഴ് ചാനൽ 2016 അത്. ഉം, ഉം, മൂന്നാമത് കണ്ണെന്ന് പറഞ്ഞ ഉം, ഒരു പ്രോഗ്രാം ഉം, ഉം, വേന്ദ്ര ടിവിയിൽ. ഉം, ഉം, അപ്പൊ നമ്മുടെ സെന്തില് പഴനിയിൽ സെന്തിലാണ് അത് പറയണത് എൻ്റെ ഉം, അടുത്ത്. ഉം, ഇങ്ങനെ ഒരു ചാനൽ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചു, ഉം, ഉം, അവരെടുക്കാം എന്ന് പറഞ്ഞു. അതിന് മുമ്പ് എന്നോട് ഒന്ന് സംസാരിക്കണം എന്ന് ഉം, പറഞ്ഞു. ഉം, അപ്പൊ സംസാരിച്ചപ്പോൾ നാഗരാജ് ആളാണ് അത് ഇന്റർവ്യൂവിന് ഉം, വന്നത്. ഉം, അപ്പൊ ആള് വന്നിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം, ഒരു എപ്പിസോഡ് ഉം, ഉം, ചെയ്യാമെന്ന് പറഞ്ഞു. ഉം, പിന്നെ പിന്നെ ഞങ്ങൾ സംസാരിക്കണം. ഉം, ഉം. സംസാരിച്ച ആള് പറഞ്ഞു ഒരു എപ്പിസോഡിൽ നിൽക്കില്ല, 4-5 എപ്പിസോഡ് ചെയ്യാം. ഓക്കേ, എന്നിട്ട് ആള് നാട്ടിൽ നമുക്ക് ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാം, ഉം, ഉം. പിന്നെ പഴനിയിൽ വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. ശരി. ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന്? ടെൻഷൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഇല്ലായിരുന്നു. ക്യാമറയെ ഫേസ് ചെയ്തപ്പോഴുള്ള ഒരു ഞാന് ഈ നാടകം അഭിനയിച്ച് ആ, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി ഓക്കേ, അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഞങ്ങൾ നാടകം അഭിനയ പ്രാക്ടീസിനൊക്കെ പോയിട്ടുള്ള ഒരാളെ. നമ്മുടെ തൃശ്ശൂര് സംഗീത നാടക അക്കാദമിയിൽ കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ആ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഈ നാടകങ്ങൾ ചെയ്യാനും പിന്നെ അതിനോട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ അല്ലേ? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കേ, അന്നൊക്കെ എനിക്ക് ഫസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുതിയ നാടകം തന്നെയാ. അതൊരു രഹസ്യ പർവ്വം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹാഭാരതത്തിലെ സീൻ ഇതുണ്ട്. കർണനല്ല, യുധിഷ്ഠിരൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം നരകത്തിൽ നിൽക്കും. വളരെ കാരണം അശ്വത്ഥാത്മാവെന്ന ആനേനെ കൊന്നു എന്ന് പറഞ്ഞു. അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ദ്രോണർ ചോദിക്കുമ്പോൾ മരിച്ചു എന്ന് പറയും. എന്നിട്ട് മെല്ലെ അതൊരു ആനയാണെന്ന് പറയും. അപ്പൊ അതിന്റെ ആ ഒരു നുണ പറഞ്ഞതിന്റെ പേരിൽ കുറച്ചു നേരം ആള് അവിടെ നിൽക്കും. അപ്പൊ അവിടെ എത്തിപ്പെടുമ്പോൾ ആൾക്കുണ്ടായ ഒരു എന്താ പറയാ മാനസികാഭാരങ്ങള്, ഞാൻ സത്യം ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവിടെ എത്തി നരകത്തില്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പൊ ആ പറയുന്ന സമയത്ത് ഭീമൻ വരുന്നു, കർണൻ വരുന്നു, അങ്ങനെയുള്ളവർ വന്നിട്ട് ഇവര് തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് ആ നാടകം പോണത്. അതിന് ആ സമയത്ത് എനിക്ക് നല്ല 2 സ്ഥലത്ത് നല്ല നാടകത്തിനുള്ള അവാർഡ് കിട്ടി. യുധിഷ്ഠിരായിട്ട് ഞാൻ അഭിനയിച്ചത്, എനിക്ക് ഫസ്റ്റ് ആക്ടറിന്റെ അറിയാത്തൊരു കാര്യമാണ്. ആ സമയത്ത് തുടർച്ച ഞാൻ നേരത്തെ പറഞ്ഞു വ്യാസന് വിഘ്നേശ്വര നാടകം ചെയ്തു. പിന്നെ മറ്റേതിട്ടല്ലേ റഷം എന്ന് പറഞ്ഞ അഖില കുറുസേവയുടെ അത് സത്യത്തിന്റെ ആ നാടകം ചെയ്തു ഞങ്ങളുടെ ക്ലബിൽ ഒരു പരിപാടിക്ക്. അപ്പൊ അവിടെ ഒരു കൊലപാതകം നടക്കണു, പല വേഷം, എന്നിട്ട് ഒരു വിചാരണയ്ക്ക് വരുമ്പോൾ പല വേഷങ്ങളിലൂടെ ചെയ്യണം. ഒരാൾക്കും മനസ്സിലായില്ല, കാരണം ഇതാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അതിനിടയിൽ ചെറിയ വ്യത്യാസമല്ലേ, ഇത് എന്തിട്ട് നാടകമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരാളാണ് ഞാൻ. അവന് കോഴ്സിന് പോയിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ ആ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം എന്നോട് പറയുന്നത് അഭിനയിക്കാനാ. അതായത് ഷർട്ട് വേണ്ട, ഭസ്മം ഇവിടെ പിന്നെ ഒരു ഇവിടെ ആ മൂലയിൽ ഇരിക്കുക, ഭസ്മത്തിന്റെ ഒരു മറ്റേ തമിഴ് സ്റ്റൈലിൽ ഭസ്മത്തിന്റെ തൊട്ടിയുണ്ട്, അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഭസ്മ തൊട്ടി ഇവിടെ വയ്ക്കുക, എന്നിട്ട് ധ്യാനിച്ചിരിക്കുക. ഞങ്ങൾ ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്ന് ഫേസിലേക്ക് വരും, എന്നിട്ട് പിന്നെ തുടങ്ങാന്ന്. ഞാൻ ഒരു പരിപാടി വേണ്ട, ഈ മുണ്ട് ഷർട്ടും ഇവിടെ ഇരിക്കാം, സംസാരിച്ച് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലൊന്ന് ആക്ട് ചെയ്യരുത്, സാധാരണ മനുഷ്യനായിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത്. അന്നും ഇന്നും ഞാൻ അത് നേരത്തെ ചോദിച്ചല്ലോ, ഇന്നും ഞാൻ അത് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെയാണ് ആ ഇത് ചെയ്യണത്. അതിന് 5-6 എപ്പിസോഡ് വന്നപ്പോൾ തമിഴ്നാട്ടിൽ നല്ലോണം അറിഞ്ഞു, മലേഷ്യന്ന് വിളിക്കാറുണ്ട്, സിംഗപ്പൂർ, അങ്ങനെ അത് പോവുക ചെയ്തത്. തുടക്കം ഗംഭീരായി. ഗംഭീരായി. കേരളത്തില് പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം 2023 തൊട്ടല്ല കേരളത്തിലെ ആദ്യത്തെ ഏതായിരുന്നു? നമ്മുടെ ബിജു പത്മനാഭന്റെ
ഓ, വിജയ് കുമരൻ സാറിന്റെ. അതിന് മുമ്പ് ഓക്കെ. തത്തമയിൽ വന്നിട്ടുണ്ട്. തത്തമയിൽ നമ്മൾ ഉണ്ടല്ലേ? എല്ലാ കൊല്ലം ഒരെണ്ണം ചെയ്യാറുണ്ട്. ഓ, പക്ഷെ അതൊക്കെ ഓക്കെ ഓക്കെ. കുറച്ചാവുള്ളൂ. പക്ഷെ വിജുവൽമന വന്നോട്ടാണ് ഇത് ഉം, ഉം, നല്ലോണം. ഉം, ഉം. രാജേഷ് ചേട്ടൻ എപ്പോഴും എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ചെയ്യാറുണ്ട്. ആ, ആ, അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് 2 വട്ടം 3 വട്ടം സനോജാണ് ഒരു വട്ടം 2 വട്ടം എടുത്തത്. ഉം, ഉം, ഉം. പിന്നെ ബിജുവൽ അവനെ ഇപ്പോൾ കുറെ ആൾക്കാരെ എത്തി ESP അല്ലേ? ആ, ISP പറഞ്ഞു. ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് സുനിലേട്ടൻ്റെ അടുത്ത് ഇന്റർവ്യൂ ആയപ്പോൾ പിന്നെ അത് ആ. ലക്ഷങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് പോയി. കയറി അതെ പോയി. അതെ അതെ അതെ. ആ, ഓക്കെ ഓക്കെ. ഉം. അടുത്ത ചോദ്യത്തിനും ഇതുപോലെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആൻസർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ LMRKയെ പറ്റി കൂടുതൽ അറിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ഉം, ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞ് വിളിപ്പിക്കുവാണെങ്കിൽ ചേച്ചി പോകുന്ന എനിക്കറിയാം. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു എനിക്ക് ചോദ്യം. ഈ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു പണി തരുമെന്ന് ചോദിക്കാം. കാരണം ഓക്കെ. ആൾക്ക് അധികം സംസാരിക്കാണ്ട് ഉം. ഡയലോഗുകൾ അടിക്കാണ്ട് പണിയെടുക്കണവരെ ഇഷ്ടം. ആ, ആ, ആ ക്വാളിറ്റി എനിക്കുണ്ട്. ആ. ഞാൻ വലിയ ഡയലോഗൊന്നും അടിക്കാണ്ട് പണി ആ, കറക്റ്റായിട്ട് ചെയ്യും. ആ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പണി തരുമെന്ന് ചോദിക്കും. അദ്ദേഹത്തെ ഉടനെ തന്നെ കാണാൻ പറ്റട്ടെ എന്തായാലും അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം രാവിലെ സാക്ഷാൽ മുരുക ഭഗവാൻ രതിജിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ, ആ, മുരുക ഭഗവാന്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെടുന്നു. അപ്പം എന്തായിരിക്കും ആദ്യം ചോദിക്കുന്നത്? എന്തായിരിക്കും അപ്പോൾ ഉള്ള ഒരു മനസ്സിലെ ഒരു ഇമോഷൻ എന്തായിരിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വട്ടം ഭഗവാനെ വെളിച്ച രൂപത്തിൽ കണ്ടിട്ടുണ്ട്. കുറെ കാലം മുമ്പ് 10 കൊല്ലം 12 കൊല്ലം മുമ്പ്. അതൊരു തെങ്ങിനെക്കാട്ടിലും ഉയരത്തിൽ നിന്നിട്ടാണ് കാണുന്നത്. ഒരു മേഘത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അത്ര ഉയരത്തിൽ നിന്നിട്ടും ഇത്രയേ ഉള്ളൂ കൈയളവ്. അതിൻ്റെ എനർജി ഇത്ര താഴ്ത്തി നിൽക്കണം. എനിക്ക് ആ കൈയളവിൻ്റെ എനർജി താങ്ങാൻ പറ്റാണ്ട് ദേഹം മുഴുവൻ വേർത്ത് ആ ലെവലിൽ ചൂടായിരുന്നു. അന്തരീക്ഷം മുഴുവൻ ചൂടായിരുന്നു. നമ്മുടെ ഓപ്പൺഹൈമർ അണുവായുധം കണ്ടുപിടിച്ച ആള്, അദ്ദേഹം അണുവായുധത്തിൻ്റെ പരീക്ഷ നടത്തും. അതിൻ്റെ തീവ്രത കണ്ടിട്ട് അദ്ദേഹം ഗീതയിലത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അതിൻ്റെ ആ തീവ്രത കണ്ട് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, നിനക്കെന്നെ കാണാൻ വിശ്വരൂപം കാണാമെങ്കിൽ ഞാൻ നിനക്കൊരു പ്രത്യേക ശക്തി തരണം. എങ്കിൽ മാത്രമേ അത് താങ്ങാനുള്ള കരുത്ത് നിനക്കുണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വരൂപം അതൊക്കെ എടുത്തിട്ടാണ് വിശ്വരൂപം കണ്ടത്. അല്ലെങ്കിൽ അർജുനൻ ഇല്ല, കരിഞ്ഞു പോവും ആ ഊർജ്ജം. അപ്പൊ ഭഗവാൻ അങ്ങനെ വന്ന് നിന്നാൽ താങ്ങാനുള്ള കരുത്ത് എനിക്ക് ആദ്യം കിട്ടണം. ആ ഒരു അനുഗ്രഹം ആദ്യം കിട്ടണം. അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവും, കരിഞ്ഞു പോവും. കാരണം അത്രയും യൂണിവേഴ്സൽ എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു എനർജി ഭഗവാൻ എനിക്ക് തന്നിട്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാനില്ല, കണ്ടോണ്ടിരിക്കാൻ ആനന്ദിക്കും, വേറെ ഒന്നും ചോദിക്കില്ല. അത് അതിന് മേലെ വേറെ എന്തിനും ചോദിച്ചിട്ട് ആവശ്യം ഇതാണ്. ഇതിന് മേലെ വേറെ ലോകത്ത് വേറെ എന്നിട്ട് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല. ആരൊറ്റ കാഴ്ച കൊണ്ട് എത്രയോ ജന്മങ്ങളിൽ കിട്ടണ പുണ്യം ഒരുമിച്ച് കിട്ടും. പിന്നെ എന്തിട്ട് ചോദിക്കാൻ? ചോദ്യങ്ങളില്ല. അവിടെ സറണ്ടർ മാത്രം, ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുക. ഭഗവാനോട് നമ്മൾ അല്ലാത്ത സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭഗവാനോട് ഞാൻ ഭഗവാന്റെ ഡ്യൂട്ടിയുടെ കാര്യം അല്ലാണ്ടൊന്നും ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, സറണ്ടർ എന്നുള്ള അർത്ഥം എനിക്ക് മനസ്സിലായ ശേഷം ഒക്കെ അവിടെ വെച്ചു. ഭഗവാനോട് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. അതിനുള്ള അവകാശം ഭക്തരുണ്ട്. വഴക്കുണ്ടാക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, മുമ്പിൽ നിന്ന് കരയാറുണ്ട്. പലപ്പോഴും എത്രയോ വട്ടം കരഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും അതൊക്കെ ഒരു ഭക്തന് അവകാശമാണ്. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയോ വട്ടം. ചില സമയത്ത് ഒന്നും മിണ്ടില്ല, എന്തെങ്കിലും ചെയ്തോന്ന് പറയുന്ന പോലെയോ. ചിലപ്പോ നീ ഒരു ഇതുമില്ല, അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. എന്താ പറയാ, ചിലപ്പോ എന്നെ കൊണ്ടൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അതൊക്കെ പോയി ചെയ്യേ, അതൊക്കെ നിന്നെ കൊണ്ട് പറ്റും, ഭയങ്കരമായിട്ട് പറ്റും. ഞാൻ ലിവിനെ തൊട്ട് ആ ഒരു വാദ്യം ഉണ്ടല്ലേ, ഞാനിപ്പം ഭയം എന്തിന് എന്നുള്ള അതാണ് എൻ്റെ ആപ്തവാക്യം. ഞാനുള്ളപ്പോൾ എന്തിനാ ഭയക്കണേന്നുള്ള രീതിയിൽ ആള് പുറത്തിട്ട് സമാധാനിപ്പിക്കും. അതായത് അദ്ദേഹം ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാം, എന്നാൽ ഒരു നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളോടുള്ള ഭയഭക്തിമാനത്തോടു കൂടി ഇരിക്കും. അപ്പൊ ഞാനൊന്നും ആളോട് ചോദിക്കാറില്ല. എൻ്റെ ഡ്യൂട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാറുള്ളൂ. അല്ലാത്ത എന്തെങ്കിലും ഡ്യൂട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ അത് ഞാൻ പറയാറുണ്ട്. തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ
അതും പറയാറുണ്ട്. ഉം. അതൊക്കെ ആൾക്ക് വിട്ടുകൊടുത്ത അല്ലാണ്ട് ഉം. അപ്പൊ അതായത് എന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവരോട് പറയും. ഉം. ജോലി ചെയ്യാനുള്ള സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും പറയും. പറയും. എനിക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉം. ഡ്യൂട്ടർ ഭാഗമല്ല, ഉം. വ്യക്തിപരമായിട്ട് എനിക്ക് വിഷമങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായാലും ഉം. ഉം. ഭഗവാനോട് പറയും. അവിടെ നിന്ന് പൊട്ടിക്കരയും, ഉം. വിഷമിക്കും, ഉം. മിണ്ടാണ്ടിരിക്കും, പിണങ്ങും, ഇതൊക്കെ നടക്കും. അപ്പൊ ക്യാൻസർ തരും. അതൊക്കെ ആൻസർ തരും. ഉം. കാരണം ആണ് എൻ്റെ എന്താ പറയാ, എന്നെ കൈ പിടിച്ച് കൈ അങ്ങനെ പിടിച്ച്. ചേർത്ത് നിർത്തി കൊണ്ടുപോകണ ആള്. ഉം. അപ്പൊ ഇത്ര വർഷം ഉം. അങ്ങനെ തന്നെയാണ്. ഇത്ര ഉം. 21 കൊല്ലായി അന്ന്. ഉം. അപ്പൊ ഉം. ഇത്ര വർഷം അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതെ, അപ്പൊ അതെ. ആളത് അങ്ങനെ കൊണ്ടുപോകും. ശരിക്കും ഒരു സുഹൃത്തിനെ പോലെ അല്ലെ? ആ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് അതെ ഇങ്ങനെ. അതെ നമുക്ക് ഉം. മനസ്സിലാവും. അതായത് എക്സ്പീരിയൻസ് വരുമ്പോ എന്താണ് പറയണത്, ഉം. എന്താണ് ചെയ്യേണ്ടത്, ഉം. രണ്ടും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉം. എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, ഉം. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മുമ്പ് തുടക്കത്തിൽ അത് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. പക്ഷെ ഇത്ര കാലത്താകുമ്പോൾ നമുക്ക് ചെറിയ ഇതെന്നൊക്കെ മനസ്സിലാവും. ഉം. ഇന്നത് ചെയ്യണം, ഇന്നത് ഉം. ചെയ്യണം. ഉം. അപ്പൊ പിന്നെ അത് ആ വഴിക്ക് ഭഗവാന്റെ കൈ പിടിച്ച് പോവുക എന്നുള്ളതാണ്. ഉം. ഉം. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഉം. ഭഗവാന്റെ ആ രൂപവും കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും മേലെ ഒന്നും ചോദിക്കില്ല, മിണ്ടാണ്ട് ചോദിക്കില്ല. നോക്കിയിരിക്കും. അതിനുള്ള ഓക്കെ, ശക്തി തരണമെന്ന് മാത്രം. കാരണം അതെ, അല്ലെങ്കിൽ അതെ, അതെ. ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ആ ഉം. ഊർജ്ജ പ്രവാഹത്തിന് മുമ്പിൽ. ഉം. 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 ശരിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് വളരെ ഈ നമ്മുടെ LMRKയിലെ അംഗങ്ങൾക്കൊക്കെ അറിയാനുള്ള ആഗ്രഹമായിരിക്കും കേട്ടോ. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. സന്തോഷം. പിന്നെ പഴനിയാണ് രജിച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുരുകക്ഷേത്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴനി അല്ലാതെ രജിച്ചി എപ്പോഴും പോകാനൊരു കോളിംഗ് കിട്ടുന്ന ഒരു മുരുകക്ഷേത്രം ഏതായിരിക്കും? പഴനി തന്നെയാണ് മെയിൻ. പഴനിയിൽ ഉം. പോകുമ്പോഴാണ് എനിക്ക് ആ ഗിരിവലത്തിൽ നടക്കുക, ഉം. ഉം. അവിടെ ഉം. കടന്ന ഒരു വാണ്ടറിങ് എന്നുള്ളൊരു വാക്കിന്റെ ഉം. ഇത് ഞാൻ ഉം. അവിടെയാണ് ചെയ്യാറ്. ഉം. ഉം. അങ്ങനെ നടക്കും. ഒന്നും ഉം. പ്രത്യേകിച്ചൊന്നുമില്ല. ഉം. ഭഗവാനും ഞാനും തമ്മിൽ. പിന്നെ ആ ഇടുമ്പർ മലയിൽ ഇരുന്നിട്ട് പഴനിമല നോക്കിയിരിക്കുക, ഓപ്പോസിറ്റ് ഉള്ളത് അല്ലേ? ഓപ്പോസിറ്റ് ഉള്ളത്, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഉം. ഗിരിവലം വല്ലാത്തൊരു ഭഗവാന്റെ മുമ്പിൽ അഭിഷേകം കാണുന്നത് ഭയങ്കര ഇതാണ്. ഉം. അപ്പൊ ഉം. മെയിൻ അവിടെ ചെല്ലുമ്പോഴും സംസാരിക്കാറുണ്ടോ ഈ ആ കോൺവെർസേഷൻസ്? തീർച്ചയായും ഉം. തീർച്ചയായും. ഉം. കാരണം നമ്മളെപ്പോഴും അത് അവിടെ ചെന്ന് ഉം. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോയി ഇരിക്കും. ഞാൻ ഉം. രാത്രി ഹോട്ടലിൽ റൂമുണ്ടെങ്കിൽ ഞാൻ ഗിരിവീതിയിൽ രാത്രി 1 മണി 1:30 വരെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ഹോട്ടലിലേക്ക് വരുള്ളൂ. ഓ, ഞാൻ ശരി, അവിടെ ശരി. പോയിരിക്കും. ചിലപ്പോൾ ഗിരിവീതിയിൽ കിടക്കും. ഉം. 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 കിടന്നിട്ട് വഴിമല നോക്കി ഇങ്ങനെ ഉം. കിടന്നിട്ടൊക്കെ വരും രാത്രി. അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്, ഉം. ഉം. കോൺവെർസേഷനാണ് അതൊക്കെ. ഉം. ഉം. അത് പഴനിമല തന്നെയാണ്. പിന്നെ മുരുകക്ഷേത്രങ്ങൾ ഉം. എല്ലാതും നല്ലൊരു ഇതാണ്. നമ്മുടെ ഉം. ഉം. തിരുച്ചെന്തൂരായാലും ഉം. ഉം. സ്വാമിമലയായാലും മറ്റേ തിരുത്തണി ഞാനിപ്പോൾ ഈ അടുത്ത് ഉം. ഉം. പോയിട്ടുണ്ടായിരുന്നു. അത് 2-3 വട്ടം പോയി. ഉം. അത് ഉം. എല്ലാം ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ എല്ലാവിടെയും അതെ, എല്ലായിടത്തും ഭഗവാനാണ് അതെ, അല്ലേ? കാരണം ഞാൻ എപ്പോഴും പറയണ മുരുകഭക്തനാണ് ഞാൻ. ഉം. അതാണ് ഉം. എൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ഉം. അതിന് മേലൊന്നും ഉം. വേണ്ട. അതിന്റെ മേളിലൊന്നുമില്ല. ഓക്കെ, ഓക്കെ. ഇപ്പൊ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്കന്ദ മെഡിറ്റേഷൻ ഉണ്ടല്ലോ എല്ലാ സൺഡേയും. പിന്നെ അതുപോലെ നമ്മുടെ ലൈറ്റ് ബോഡി നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, അതുപോലെ പ്രാർത്ഥനകൾ രജിജി ആ. നമ്മുടെ LMRK അംഗങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം റിസീവ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതേപ്പറ്റി ഒന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവും. ഞാൻ ഫോൺ വിളിച്ചെടുക്കാറില്ല, പറ്റില്ല അത്. ഉം. പക്ഷെ വാട്സപ്പിൽ ഞാൻ പറയാറുണ്ട്. ഞാൻ പറയില്ല, ഉം. 67 എണ്ണം ഒരു ദിവസം ഞാൻ എല്ലാം ഇപ്പം ചെക്ക് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ല സമയമുള്ളതുകൊണ്ട്. സമയമുള്ളത് ഉം. എല്ലാം ഉം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഉം. ഉം. കുറെ പേരൊക്കെ റിസൾട്ട് കിട്ടിയാൽ ഉം. താങ്ക്സ് പറഞ്ഞ് അയക്കാറുണ്ട്. എങ്ങനെയാണ് ഈ സമയമൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് ഇത്രയധികം നമ്മളിപ്പോൾ ഈ മയൂരും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് രചിച്ച് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭഗവാൻ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 6 മാസം ഭയങ്കരമായിരുന്നു. കാരണം ഉം. 4 നഗരങ്ങളിൽ പൂജ, ഉം. ഉം. പഴനിയിൽ വേറെ 2-3 പൂജ, ഉം. ഉം. അത് കഴിഞ്ഞ് സിക്കിമിൽ മഹായാഗം, അതിൻ്റെ ഇടയിൽ കുംഭമേള പോലത്തെ പരിപാടികൾ, അങ്ങനെ വല്ലാത്തൊരു ഓട്ടം ഉണ്ടായിരുന്ന സമയം. അതിന് മുമ്പുള്ള പ്രോഗ്രാമും ഒക്കെ, കാരണം 2023 തൊട്ട് ഉം. ഏകദേശം 2022 23 തൊട്ട് 22 തൊട്ട് അങ്ങനെ പറയാം. പക്ഷെ ഞാൻ സ്ട്രെസ്സാണ്, ടെൻഷനുണ്ട്. ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഉം. ഉം. കാരണം ഇത് തടസ്സപ്പെടുത്താൻ കുറേ ശക്തികൾ ശ്രമിക്കും. ഉം. അത് ഞാൻ ഉം. വ്യക്തികളല്ല ഉദ്ദേശിക്കണത്. ഉം. ഉം. കുറേ എനർജികൾ ഉം. ഇത് ഒരു സംഭവത്തിന് വരും. ഉം. അപ്പം അതിന് ചിലപ്പോൾ അടി കിട്ടും. ഉം. ഉം. ഉം.
അങ്ങനെ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഭയങ്കര അടി കിട്ടിയിട്ടുണ്ട്. അതങ്ങനെയാണത്. ഉം. പിന്നെ ഭഗവാനില്ലേ എന്നൊക്കെ ചോദിക്കാം, പക്ഷെ ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ പുരാണങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു സമൂഹത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഏറ്റവും വലിയ ദൈവം നമ്മൾ പറയുക അവിടെ അവരുടെ ഇതിൽ കഥകളിലൊന്നും നമുക്ക് അറിയാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നല്ല അടിയും കിട്ടിയിട്ടുണ്ട് മുമ്പൊക്കെ. ഓരോ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ലോണം മുമ്പൊക്കെ കേട്ടോ. ഇപ്പം പിന്നെ കുറച്ച് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരിക്കലും അത് വഴിയിലിട്ട് പോരില്ല. കാരണം ഭഗവാൻ എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കണേ. ലക്ഷ്യം വെച്ച എൻ്റെ അർജുനൻ ദ്രോണനോട് പറഞ്ഞതേ, പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുള്ളൂ, അത് അതിലേക്ക് അമ്പ ചെയ്തിട്ട് ഇറങ്ങുള്ളൂ, അത് എന്ത് വന്നാലും അതിൽ വിടില്ല. ആ ലക്ഷ്യം, കാരണം അതെൻ്റെ ഒരു ഡ്യൂട്ടിയായിട്ട് കാണണം. ഭഗവാൻ ഏൽപ്പിച്ചു അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പം അതിന് ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, തിരക്കുകളുണ്ടാവും, അതിനൊപ്പം ആൾക്കാരെ മാനേജ് ചെയ്യണുണ്ടാവും. പല ടൈപ്പ് ക്യാരക്ടർ ആൾക്കാരാണ്. അപ്പം എല്ലാവരെയും മാനേജ് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോകണം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, വഴക്കുകൾ ഉണ്ടാകാൻ പാടില്ല, പെർഫെക്റ്റ് ആയി പോകണം. അവിടെയൊക്കെ ഒരു തലോടലുണ്ട് ഭഗവാന്റെ. നമ്മുടെ എല്ലാമാർക്കുടെ പ്രോഗ്രാമിന് വന്നവരൊക്കെ ആ പ്രോഗ്രാമിന്റെ ഒരു മനോഹാരിതയും അച്ചടക്കവും അതിൻ്റെ ഒരു എന്താ പറയുക എനർജിയും ഒക്കെ മനസ്സിലാക്കി പോകണം ആൾക്കാർ. അതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. അതൊരു ഭഗവാൻ ഒരു തലോടൽ നടക്കണോണ്ടാ. എന്നെ സംബന്ധിച്ച് ലക്ഷ്യം ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ നോക്കാറില്ല. അത് വിഷയമല്ല. അത് ലക്ഷ്യം പൂർത്തീകരിക്കാന്ന്. പക്ഷെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഡൗൺ ആവും, തളർന്ന് ലെവൽ. അതുവരെ ഒരു തളർച്ച ഉണ്ടാവില്ല. 2 ദിവസം ഞാൻ തളർന്ന് ആകതാവും. പിന്നെ സമയ മാനേജ്മെന്റ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒഴിവ് സമയങ്ങൾ അധികം ഉണ്ടാവാറില്ലല്ലോ, പക്ഷെ എന്നാലും ഒഴിവ് വേളകളിൽ എന്താണ് ഒരു ഹോബി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും. എനിക്ക് ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വിഷമമുള്ള 2 കാര്യങ്ങൾ എന്താ പറയാ, പാട്ട് പാടാൻ അറിയില്ല. നല്ലൊരു പാട്ട് പാടാൻ ശ്രമിച്ചു. അയ്യോ, ഒരു രക്ഷയില്ല. എനിക്ക് ഈ പാട്ട് പാടാനാണ് ഭയങ്കര അസൂയ. കാരണം ഒരു വരി പോലെ എനിക്ക് പാടാറില്ല. എനിക്ക് ഏറ്റവും വിഷമമുള്ളതാ 2 ഡാൻസ് കളിക്കാന്നുള്ളത്. ഈ 2 കാര്യം എനിക്ക്. പക്ഷെ നമ്മുടെ മയൂരം 2-ന്റെ അവസാന ഭാഗത്ത് രജിത്ത് ഡാൻസ് അത് നമ്മളെ എന്താ പറയാ നാട്ടുമ്പുറത്തെ ഡാൻസാണ്. അത് നാട്ടുമ്പുറത്ത് കളിച്ച് കളഞ്ഞ എല്ലാവരിലും ഡപ്പാങ്ങോത്ത് ഡാൻസാണ് അത്. ഓക്കെ, അത് പറ്റിയിരിക്കും. അത് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ നാട്ടില് പൂരം പോകുമ്പോ മറ്റേ ചെണ്ടമളത്തിനൊപ്പം ഡാൻസ് കളിച്ച് പോണതാ, അത് പോകാറുണ്ട്. അങ്ങനത്തെ ഡാൻസ്. പക്ഷെ ശരിക്കുള്ളൊരു ഇത് പറ്റിയില്ല എന്നുള്ളത്. പാട്ട് പാടാൻ ഏറ്റവും മെയിൻ പാട്ട് പാടാൻ പറ്റിയില്ല എന്നുള്ളത്, അറിയില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ. കുഴപ്പമില്ലാണ്ട് മൂത്താള് കുഴപ്പമില്ലാണ്ട് പാടും, വൈഫ് പാടും, കുഴപ്പമില്ലാണ്ട്, അത് നല്ലതല്ല. പക്ഷെ എനിക്ക് ഒരു വരി പോലാതെ അത് പാട്ട് വരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ. എന്താണ് ഹോബി? ഹോബി ഇതൊക്കെ ഞാൻ പറഞ്ഞത്, വായന, സിനിമകളില്. സിനിമ പറഞ്ഞാൽ ഗൗരവമായിട്ട് കാണുന്നത്, പലതിൽ കാണാനല്ല, അത് മനസ്സിലാക്കി കാണുന്നതാണ്. വായന, പിന്നെ സ്പോർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹോബി. പിന്നെ ഇപ്പം രജിജി, ഈ ആരോപണങ്ങളെയും എതിർപ്പുകളെയും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ല, നമ്മളൊരു ടാർഗറ്റ് വെച്ചാൽ ഇതൊന്നൊരു വിഷയമല്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അത് ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഭഗവാന്റെ അടിയാറാണ്. പറഞ്ഞ പണി ചെയ്യലാണ് എൻ്റേത്. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണേ, സത്യസന്ധത ചെയ്യണേ, ആത്മാർത്ഥമാണ് ചെയ്യണത്. ആ ഒരൊറ്റ സാധനമാണ് എൻ്റെ ബലം. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകാം. പിന്നെ എതിർക്കണവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, യുദ്ധത്തിൽ തിരിഞ്ഞോടാത്തവനോട് യുദ്ധം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയും. ആ ശ്രദ്ധ അവരിൽ ഉണ്ടായാൽ നല്ലത്. കാരണം നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് പിന്നോക്കം പോവില്ല, ചെയ്തിരിക്കും. അതിൽ എന്തായാലും അത് നടന്നിരിക്കും. അത് ഏറ്റവും സത്യസന്ധമായിട്ടും ആത്മാർത്ഥത്തോട് നമ്മുടെ രാജ്യത്തിനും വേണ്ടിയിട്ടാവുമ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ ഭഗവാൻ പറയണ വാക്കുണ്ടല്ലോ, ഞാനിരിക്കുമ്പോൾ ഭയം എന്തിന്, അതാണ് ആളെന്നോട് പറഞ്ഞ വാചകം. അതുകൊണ്ട് മുന്നോട്ട് പോകും, തിരിഞ്ഞോടില്ല, ഒരിക്കലും തിരിഞ്ഞോടില്ല. അപ്പൊ അവര് യുദ്ധത്തില് എപ്പോഴും പറയും, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാത്തവന്റെ അടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ആലോചിക്കണം. എൽഎംആർകെയുടെ അപ്കമിങ് പരിപാടികൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് ഒരു വലിയ ഒരു ചോദ്യം ഉണ്ടാവും.
ഇപ്പൊ ഒന്നുമില്ല. ഉം. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല, ഉം. ഉണ്ടാവാൻ സാധ്യതയില്ല. ഉം. കാരണം നമ്മള് ഭഗവാന്റെ ഡ്യൂട്ടികളൊക്കെ ഭഗവാൻ പറഞ്ഞാൽ ഉം. അത് ചെയ്യാന്നുള്ളതാണ് ഡ്യൂട്ടി. ഉം. ഉം. പിന്നെ ഇടയിലാണ് നമ്മൾ മയൂരം പോലത്തെ ഉം. പുസ്തകം റിലീസും ഉം. മെഡിറ്റേഷനും ചെയ്യണം. ഉം. പക്ഷെ ഇപ്പോൾ ഒരു വലിയൊരു ദൗത്യം കഴിഞ്ഞ് ഉം. ഇരിക്കുകയാണ്. അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ ഡ്യൂട്ടികളാണ്. ഉം. അതായത് നമ്മുടെ ഒരു അമ്പലം ഭഗവാന്റെ ഉം. സിംഹാസനയിൽ പ്രതിഷ്ഠ, ഉം. ടൈം യാഗം, ഉം. ഉം. അങ്ങനത്തെ കുറേ വലിയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് എനിക്കൊന്ന് റെസ്റ്റ് ഉം. വേണം. ഉം. കാരണം ആ ഒരു നമ്മളൊന്ന് എനർജി എടുക്കണം, ഇതുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഉം. ഉം. എന്നിട്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങ് അനുവാദം തരണം എന്ന് ഉം. പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഉം. ഉം. അപ്പം ആ പ്രാർത്ഥന ഭഗവാൻ തീരുമാനം എടുക്കണം അനുസരിച്ചിരിക്കും. ഉം. എന്തായാലും ഇപ്പൊ പെട്ടെന്നൊന്നും നമ്മുടെ എല്ലമാർക്കടെ ഉം. പ്രോഗ്രാം വരാനുള്ള സാധ്യത ഉം. ഇല്ല. ഉം. പക്ഷെ യാത്രകളും പറയുന്നുണ്ട്. ബാംഗ്ലൂർക്ക് വിളിക്കുന്നുണ്ട്, ഉം. അവിടെ ചെന്നൈയിലേക്ക് വിളിക്കുന്നുണ്ട്, ഉം. ദുബായ് വിളിക്കുന്നുണ്ട്, മലേഷ്യ. ദുബായിലേക്ക് എന്താണ് ഇനി? അത് സാധാരണ നവംബർ മാസമൊക്കെയാണ് ഉണ്ടാവുക. ഉം. എനിക്ക് അറിയില്ല അങ്ങനെയാണെന്നുള്ളത്. ഉം. പിന്നെ ആസ്ട്രേലിയ വിളിക്കുന്നുണ്ട്, സിംഗപ്പൂർ വിളിക്കുന്നുണ്ട്. ഉം. അപ്പോൾ മലേഷ്യ കുറേ വട്ടമായി വിളിക്കണം. ഉം. ഉം. പക്ഷേ എനിക്കിപ്പോൾ കുറച്ചാൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഉം. ഒരു മൂഡില്ല. ഉം. കാരണം അതൊക്കെ ഒന്ന് ഞാൻ പറയില്ലേ, ബുക്ക് എഴുതണേലേക്ക് ആ ഒരു മൂഡ് കൊണ്ടുവരണം. ഉം. കുറച്ച് ഞാൻ പറയാം എക്സസൈസ് ഒക്കെ ചെയ്ത് ഉം. ജിമ്മൊക്കെ എടുത്ത് നമ്മുടെ കുറെ വിട്ടുപോയ റൂട്ടീനൊന്ന് കൊണ്ടുവരണം. ഉം. ഉം. അങ്ങനെ ഒരു റിലാക്സ് ഇരിക്കുക, ആൾക്കാരുടെ പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യുക. ഉം. പിന്നെ മെഡിറ്റേഷൻ എല്ലാ ഞായറാഴ്ചകളും നമ്മൾ മെഡിറ്റേഷൻ ലൈവ് ഉം. ചെയ്യണ്ടല്ലോ, ഉം. അത് ചെയ്യുക. ഉം. അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് 2-3 മാസം കൂടിയൊക്കെ ഉം. ഉം. എന്തായാലും ഇങ്ങനെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. അല്ല ഇറങ്ങി പോയി പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഉം. ഭഗവാൻ ഇപ്പൊ പറഞ്ഞാൽ തന്നെ പണിയെടുക്കും. പക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ അങ്ങനെയാണ്. കാരണം ഉം. അതൊരു ആവശ്യമാണ്. ഉം. കുറച്ച് ഭയങ്കര ഒട്ടായി ഉം. ഉം. ഇതാക്കണം. ഉം. ഉം. പിന്നെ വീട്ടിലും കുറച്ചാളൊക്കെ അവരോട് കൂടി ഇരിക്കണം. ഇരിക്കണം. ഉം. കാരണം ഈ സമയങ്ങളിൽ ഈ 6 മാസം ഒന്നും ഇരുന്നിട്ടില്ലേ ഞാൻ. ഉം. ഉം. വരിക പോവുക എന്തായിരുന്നു. ഉം. കുറച്ചാളൊക്കെ അവരോട് കൂടി ഇരിക്കണം. ഉം. നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആയിട്ട് അതെ. വീണ്ടും ഒന്ന് അതെ. ക്ലിയർ അവരായിട്ട് കുറച്ച് ഉം. ഒരു കാര്യമില്ലെങ്കിലും കുറേ വർത്തമാനം പറഞ്ഞിരിക്കണം, അതെ. അതെ. കുറേ അതെ. സിനിമകൾ കാണണം. ഉം. അപ്പൊ ഉം. കുറച്ച് കാലത്തേക്ക് ഒരു 3-4 മാസത്തേക്ക് അങ്ങനെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഉം. ഉം. അത് ഈ കൊല്ലം. 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 ഓക്കെ. ഇനിയിപ്പോ അതല്ല, അതൊക്കെ പറ്റില്ല, നീ ഇറങ്ങി പണിയെടുക്കെന്ന് പറഞ്ഞാൽ അത് അപ്പൊ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷം രജിജി. നമുക്ക് രജിജിയുടെ ആത്മീയ യാത്രയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വ്യക്തി ജീവിതത്തെ പറ്റി കൂടുതലൊന്ന് അടുത്തറിയണമെന്ന്. അപ്പോൾ അത് അല്ല, അതൊരു വളരെ നല്ല നന്നായി, രീതിയിൽ അതൊരു നമുക്ക് രസം. കാരണം നമ്മുടെ കുറേ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്, ഉം. നമ്മുടെ ഉം. സ്പിരിച്വൽ കാര്യങ്ങളും ഉം. ജിയോ പൊളിറ്റിക്സും ഒക്കെ ഉം. ആയിട്ട്. ഉം. ഈ അടുത്ത കൂടി നേരത്തെ പറഞ്ഞ പോലെ ഉം. അങ്ങനെ കുറെ ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണം. ഉം. അത് അതെ. അതെ. അതൊരു രസമായി. അതെ. അതെ. കാരണം രജിജിയുടെ ലൈഫ് സ്റ്റോറി തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഈ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മളിൽ പലർക്കും അറിയാൻ അല്ല, അത് ആഗ്രഹമുണ്ട്. ചിലതേ ഒരു ഇതെന്താ വെച്ചാ, ചിലവർക്ക് സ്പിരിച്വൽ ആൾക്കാരെ ഉം. അവര് ചില അങ്ങനെ ധാരണയുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മള് ഉം. ഇതില് നമ്മുടെ ഷോപ്പില് തുണിക്കടയുടെ മുമ്പിൽ വെക്കുന്ന ബൊമ്മകളില് ഉം. 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 ഒരു വികാരമില്ലാണ്ട് ഉം. എല്ലാം അങ്ങനത്തെ അങ്ങനെ ഒരു ഫീലിംഗ്. ഉം. ഉം. ഞാൻ അങ്ങനെയല്ല. ഉം. അതായത് അവരെ വികാരങ്ങൾ ബാധിക്കില്ല, അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട് കേട്ടാ, ഉം. ഒന്നും എഫക്ട് ചെയ്യില്ല. അപ്പൊ ഉം. സ്പിരിച്വൽ ആൾക്കാരെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ധാരണയുണ്ട്. അവർക്ക് ഇതിന്റെ അപ്പുറം നടന്നവരാണ്, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല, ഉം. ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ഉം. എല്ലാം ഇതോടുകൂടി അങ്ങനെ കാണണം. ഉം. ഉം. പക്ഷെ ഞാനൊന്നും ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഉം. ഞാൻ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കരയും ഞാൻ, ഇത് ദേഷ്യപ്പെടും, ഉം. അങ്ങനത്തെ എല്ലാ ഇതുള്ള ഒരാളാണ് ഞാൻ. ഉം. പക്ഷെ ഇതൊന്നും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, ഉം. ഉം. വീണ്ടും ആ ട്രാക്കിലേക്ക് വരാൻ പറ്റും, തിരിച്ചെത്താൻ പറ്റും. ആ ഒരു പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കാത്ത ആൾക്കാരെ പോലെ ഞാൻ ആവുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ അതല്ല. പക്ഷെ വളരെ ഷോർട്ട് ടൈമിൽ ഞാൻ വീണ്ടും ലോഡറാവും. അങ്ങനെ അപ്പൊ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാട്, നമ്മുടെ അനുഭവങ്ങള്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങള്, വീട്ടുകാര്, നമ്മുടെ ഹോബികള്, സിനിമ, ഫുട്ബോള്, രാഷ്ട്രീയം, അതൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ഇരിക്കുന്ന സന്തോഷം.
അപ്പൊ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതെ, കുറെ കുറച്ച് നാളായില്ല നല്ല നമ്മൾ ഇരുന്നിട്ട് അതെ അതെ സംസാരിച്ചിട്ട്. അതെ അതെ പിന്നെ നല്ല പ്രത്യേകിച്ച് രസകരമായിട്ട് ആൻസർ പറയാൻ അറിഞ്ഞു അതെ, ചേച്ചി. പിന്നെ ഒരു കാര്യം കൂടി പറയാം, എപ്പോഴും ഒരു എക്സ്ട്രാ പ്രാർത്ഥന ഉണ്ട് കേട്ടോ, കൈ പിടിച്ചു തന്ന കാരണം താങ്ക് യു സോ മച്ച്. ഉത്തരവാദിത്തായി. ഉത്തരവാദിത്തമായി അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ കാര്യത്തിൽ. അപ്പോൾ വളരെയധികം സന്തോഷം ചേച്ചി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഭഗവാൻ സഹായിക്കട്ടെ, അതെ, നിമിഷേനെ സഹായിക്കട്ടെ, താങ്ക് ഇത് യു. കാണുന്ന ആൾക്കാരെ താങ്ക് സഹായിക്കട്ടെ. പ്രാർത്ഥനകളുണ്ട്. അതെ. ഓം ശരവണ ഓം ഭവായ നമഃ. ശരവണ ഭവായ നമഃ.